कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते ഭാഗ്യലക്ഷ്മി കോവിലുക്ക് പോറதுக்கு നേരമാച്ചി പൂജാ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചാച്ചാ. ശരി ശരി, നിർമ്മാണം കഴിഞ്ഞാൽ ഉടനെ ക്ഷീരധാര തുടങ്ങണം. നീ പാലുമായി വേഗം വന്നോളൂ. അയ്യോ, പശുവിനെ കറക്കാൻ മണിയൻ ഇതുവരെ വന്നില്ലല്ലോ. അല്ല ചേച്ചിയെ, കാലത്തെ കതർ സാരി കൊടുത്ത് ചെത്തി എങ്ങോട്ടാ? ഇന്ന് പാർട്ടിയുടെ മകളാ വിഭാഗത്തിന്റെ കൺവെൻഷനാ. ഓ, പോകുന്നതൊക്കെ കൊള്ളാം. ഒരു തന്തൂരി ചിക്കനായിട്ട് ഇങ്ങോട്ട് തിരികെ വരരുത്. ഏരമണിയാ വേണ്ട, വായിന്നൊന്നും കേക്കണ്ട. ഇതാര്? ഭാഗ്യലക്ഷ്മിയാ? കേട്ടുമില്ലേ? 4-5 കൊല്ലം മുമ്പ് പാല് കച്ചവടം നടത്തിയപ്പോ പാലിച്ചിരി കൊഴുപ്പ് കൂടാൻ വേണ്ടി ഇരക്കിട്ടോ നേരാ. നാട്ടുകാര് പൊതിരെ തള്ളിയപ്പോ പാല് കച്ചവടമേ നിർത്തി കറവയിൽ ഒതുങ്ങി. എന്നിട്ടിപ്പോഴും ഇരമണി എന്ന പേര് ബാക്കി. കയ്യിലെടുത്തോണ്ട് കിട്ടിയതല്ലേ? കിടക്കട്ടെ, എന്നാ കിടക്കട്ടെ. ഒന്ന് അടങ്ങി നിൽക്ക് പശുവേ. അല്ലെങ്കിൽ ഈ ചവിട്ടും ചാട്ടവും ഒക്കെ പെൺവർഗത്തിന് പറഞ്ഞിട്ടുള്ളതാ. അല്ല, ഒന്നിന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. അകത്താരും ഇല്ലേ? ഇന്ന് ആയില്ലേ? മാമി മക്കളെയും മരുമക്കളെയും കൊണ്ട് നാഗക്കാവിൽ ഉരുളി അമത്താൻ പോയി. മൂത്ത് നിറച്ച ശേഷം മക്കളെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് കരഞ്ഞാൽ ആര് കേൾക്കാനാ? ഉരുളിയല്ല, ഇനി അണ്ടാവ് കമഴ്ത്തിയാലും ഇവിടുത്തെ സ്വാമിമാരുടെ ഭാര്യമാരെ പ്രസവിക്കാൻ പോണില്ല. അവർക്ക് വേണ്ടി ഉരുളി കമഴ്ത്താതെ ഇനി കെട്ടാൻ നിൽക്കുന്ന 2 കാളന്മാരെയും പിടിച്ച് കെട്ടിക്കാൻ മാമിയോട് പറ. അനന്തരാമണ്ണന് കല്യാണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ ആലോചന മുഴുവനും അനിയനായ കല്യാണകൃഷ്ണനാ വരുന്നത്. അയാൾക്കാണെങ്കിൽ കല്യാണമേ വേണ്ടാന്നാ, നിത്യ ബ്രഹ്മചാരിയാകാനാ തീരുമാനം. അയ്യേ, ആ കഴുത അനന്തരാമൻ ആലോചിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അവൻ ആര് പെണ്ണു കൊടുക്കാനാ? കല്യാണകൃഷ്ണൻ അങ്ങനെയല്ലല്ലോ. നല്ല പഠിപ്പ്, തൃശ്ശൂര് ബാങ്കിൽ ഉദ്യോഗം, എന്നെ പോലെ സുന്ദരൻ. എന്നാ അഴക്. ആ പിന്നെ കല്യാണകൃഷ്ണണ്ണന് പാലക്കാട്ടിൽ നിന്ന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ആൾക്കാർ ഇന്നെത്തും. അല്ല, നമ്മളിങ്ങനെ വല്ലവന്റെയും കല്യാണക്കാര്യം പറഞ്ഞു നടന്നാൽ ഒടുവിൽ നമ്മൾ കുട്ടഹങ്ക വരുത്തേണ്ടി വരും. മനസ്സിലായില്ല? അത് ഭാഗ്യലക്ഷ്മിക്കും സന്തതികൾ ഉണ്ടാവാനുള്ള പ്രായമായി എന്ന് പറയായിരുന്നു. എന്നോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കണ്ട. ക്ഷീരധാരയ്ക്ക് സമയമായി. പാലെടുക്ക്, എനിക്ക് അമ്പലത്തിൽ പോണം. പശുവേ, എന്റെ മനസ്സിലിരിപ്പ് നീയെങ്കിലും ഒന്ന് അവളോട് പറ. അതേ സ്വഭാവം തന്നെ നിനക്കും. മഠത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ കൊതിയാവുന്നു. പൂർവജന്മ പാവങ്ങളൊക്കെ പുറത്ത് അനുഗ്രഹിക്കണേ നാഗക്കാവിലമ്മേ. കല്യാണകൃഷ്ണന് കല്യാണം ഒന്നും ആയില്ലേ? അവനുക്ക് കല്യാണമേ വേണ്ടാന്ന് ചൊല്ലാൻ ഞാൻ എന്നാ ചെയ്തേൻ? എല്ലാം ഞാൻ തലയിൽ എഴുത്ത്. അനന്തരാമൻ ഇവിടെ ഇല്ലേ? കല്യാണകൃഷ്ണന് പാലക്കാട്ടുനിന്ന് ഒരു ആലോചനയുമായി ഒരാളിങ്ങെത്തും. അയാളെ മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവനെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ആ ലെയിൻ സാറിന്റെ കള്ള ഹമാറിനെ തിരക്കാൻ നമ്മളെടുത്തത് കൂടി ഈ വയ്ക്കാം. ഒരുപാട് പൈസ ഓട്ടോറിക്ഷ കൊടുത്തിയാണ്. ഇനി ഓടുന്നല്ലേ? ഇനി നിന്നിട്ടില്ലെങ്കിൽ എന്നെ കാറെടുത്ത് വന്ന് കുടിക്കും. അന്നത്തരെ നമ്മൾ നടക്കുമ്പോ നീ നമ്മളെ വെട്ടിച്ചോടല്ലേ? ഈ ഓടി വിളിച്ചതല്ല, പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം നാട്ടുകാരറിയണ്ടെന്ന് കരുതി ഒന്ന് മാറി നിന്നതല്ലേ? അതെ, ഒന്നുകിൽ എന്റെ മരം കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടണം. മഠത്തിലുള്ളവർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മരം വെട്ടിക്കോണെന്ന് പറഞ്ഞിട്ട് താൻ വന്നോ? ഇല്ലല്ലോ. ഇനിയിപ്പോ എങ്ങനെ മുറിക്കാനാ? അണ്ണന്മാരറിഞ്ഞ എന്റെ വട്ടപാലിന് മുറിക്കും. എന്നാൽ എന്റെ വാങ്ങിയ പൈസ തിരിച്ചുകൊണ്ടടാ. ഉറുപ്പ് 1 2 അല്ല, 10,000 എണ്ണി വാങ്ങി. ഇനി ഈ ബാലുശ്ശേരി ബഷീറിനെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ബാലുശ്ശേരിക്ക കുറച്ച് ദിവസം കൂടി അവധി തരണം. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തിരികെത്താ. ഇനിയോ? ഇനി എന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇനി എന്റെ മരത്തിൽ കയറി കുത്തിരുന്നാലോ എന്ന് ആലോചിക്കാണ് ഞാൻ. അയ്യോ ചതിക്കല്ലേ, അങ്ങോട്ട് വന്ന വേറെ പ്രശ്നമുണ്ട്. എന്നെ രക്ഷിക്കണം. വാങ്ങിയ പൈസ കൊണ്ടുകൊണ്ടാ, അല്ലെങ്കിൽ മരത്തിൽ കയറി ഞാൻ കുത്തിരിക്കും. എല്ലാരും മരത്തിലോട്ട് വരട്ടെ. വരുമ്പോ
ഒരു റീത്ത് കൂടെ കൊണ്ടുവരണം. എന്തിനാണ്ട് ഉമ്മാന്റെ നെഞ്ചത്ത് വെക്കാനാ? എന്റെ ഉമ്മാന്റെ നെഞ്ചത്ത് വെക്കാനല്ല, ഇവന്റെ അമ്മാന്റെ നെഞ്ചത്ത് വെക്കാനാ. ഇവന്റെ അമ്മ ഇപ്പൊ ചത്തുപോയിട്ടാണ്. അപ്പൊ ഞാൻ വന്നത് നന്നായി. ഇവന്റെ ഉമ്മാന്റെ മയ്യത്ത് കാണാനുള്ള ഭാഗ്യമെങ്കിലും നമുക്കുണ്ടായല്ലോ. ഞാനും വരാം. ഈ മാനസികാവസ്ഥയെ അവനെ വിഷമിപ്പിക്കരുത്. അന്യാധികാര മഠത്തിൽ കേട്ടില്ല. ചത്ത് എടുക്കുമ്പോഴാണ് ജാതി മധു. ചത്തവർക്ക് കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്നത് കണ്ടാ വിടുവോ? ശരി ശരി, നീ മഠത്തിലേക്ക് പോയിക്കോ, വിഷമിക്കണ്ട. എന്റെ ഉമ്മൻ അടിയാൻ തരത്തിലുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ നോക്ക്. നമ്മളെ വയസ്സ് 1, 2, 3 ആഴ്ച അയച്ചിട്ട് തന്നാ മതി. പണമല്ല പോലെ വലുത്, സ്നേഹാണ് വലുത്. നിക്ക്, എന്റെ അടുത്ത് അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള പൈസ ഉണ്ടോ മോനെ? ഇല്ല, നമ്മളെ അടുത്തും ഇല്ല. എന്തോന്നും ചോദിച്ചു പോയി വയ്യത്തെടുക്കണ പൊന്നി മണിയാ. അയ്യോ, ഓ രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞാണ്ട കഥ രക്ഷപ്പെടുന്നത്. ഞാൻ പേടിച്ചു പോയി. ചില സാഹചര്യത്തിലേ അമ്മയും അമ്മായിയൊക്കെ മരിച്ചു പോയെന്ന് പറയേണ്ടി വരും. ഇവിടെ ചിതാഭസ്മം പ്രദർശിപ്പിച്ച് ഓരോരുത്തർ അധികാരത്തിൽ കയറുന്നു. പിന്നെ ഇത് നീ മഠത്തിലോട്ടിയല്ലേ? ഞാനിങ്ങോട്ട് വരുമ്പോ മഠത്തിലേക്കുള്ള വഴിതെറിക്ക് ഒരുത്തം പോകുന്നത് കണ്ടു. കല്യാണകൃഷ്ണന് കല്യാണാലോചന വന്ന ആളാകാനാണ് വഴി. അയ്യോ, അയാളെ കാണാനാ ഞാൻ ബസ് സ്റ്റോപ്പിൽ കാത്തുന്നത്. പിന്നെ അങ്ങോട്ട് ചെല്ലേ വരാൻ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ ഞാൻ അവിടെ നിന്ന് കാണുന്നു. ശംഭു മഹാദേവൻ സ്വാമിയില്ലേ? ഞാനൊരു കാര്യം സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. നമസ്കാരം. വന്നോ വന്നോ, അകത്തോട് സംസാരിക്കാം. കാര്യങ്ങളൊക്കെ വ്യക്തമായി സംസാരിച്ച് ഇന്ന് തീരുമാനിക്കാമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. തീരുമാനിക്കാനൊന്നുമില്ല, കാര്യം നടക്കാതെ വലിയ സ്വാമിയോട് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാണല്ലോ. വലിയ എണ്ണം അപ്പടിയെല്ലാം ചൊല്ലും. അതിന് കല്യാണത്തിന് സമ്മതിക്കണ്ടേ? എന്റെ കല്യാണം നടക്കാതെ തമ്പി സമ്മതിക്ക മാട്ടെ. നിങ്ങൾ എന്നായി പറയുന്നേ? ഞങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാ. എത്ര തവണ ഉറപ്പിച്ച് കഴിഞ്ഞതാ, അവൻ സമ്മതിക്കാതെ. എന്റെ കല്യാണം നടക്കവേ മാട്ടെ. കല്യാണം നിങ്ങൾ പാലക്കാട്ടിന് കൃഷ്ണസ്വാമി പറഞ്ഞിട്ടൊന്നാണല്ലേ? ഞാൻ നിങ്ങളുടെ തുണങ്ങമ്മേലയിൽ വിൽക്കാനിട്ടിരിക്കുന്ന വസ്തുവിന്റെ കാര്യം പറയാൻ വന്നതാ. അപ്പച്ചൻ ദുബായിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇടപാട് നടത്തണം. അപ്പച്ചനോ? അപ്പച്ചന്റെ പേരെന്താ? ജോർജ് ജോസഫ്. ഞാൻ ബാബു ജോർജ്. അപ്പോ നെറ്റിയിലെ ഈ ചന്ദനക്കുറി ഇതോ? അത് ഡോക്ടർ മേനോന്റെ മകളുടെ മാരേജിന് പോയിട്ട് വരുന്ന വഴിയാ. അവന്റെ വേണ്ടവാ ചതിച്ചോ? നെറ്റിയിൽ ഈ ചന്ദനക്കുറി കണ്ടപ്പോ കല്യാണക്കിച്ചന് കല്യാണം ആലോചിച്ച് വന്ന ആളാണെന്ന് കരുതി. പടത്തിന് മുകളിലൂടെ പറക്കുന്ന കാക്കത്ത് പോലും ഊണൂലുണ്ടോന്ന് നോക്കുന്ന ആൾക്കാരെ ഇവിടെ ഉണ്ടായിരുന്നു. അന്യജാതിക്കാരെ ഈ മഠത്തിന് മുറ്റത്ത് പോലും കേട്ടാറില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് താങ്കൾ പുറത്തേക്ക് ഇറങ്ങി കൊലപാതകം നടക്കും താളെന്ന് ഇറങ്ങിയായിരുന്നു. മത്സ്യമാംസാദികൾ കഴിക്കുന്നവരെ മടക്കത്തുള്ളിൽ ഏറ്റുവെച്ചാ ഇനി എന്നെങ്കിലും നടക്കത്തുള്ളൂ. ഒന്ന് കേട്ടിട്ട് മൂർത്തികൾ വാഴുന്ന മച്ചിരികളെ മത്സ്യമാംസാദികൾ ചാത്തിരുന്നവരെ പിടിച്ചിരിക്കോടാ. ശരിയാ, അവിടെ കെട്ടുപോകണത്തേക്ക് ഇനി എന്നെ വേണം മേടം. അറിവ് കിട്ടണം. മഠത്തിൽ ഒരാൾ വന്നിരിക്കുന്നു മണിയൻ சொன்னപ്പോ പെൺവീട്ടുകാരായിരിക്കും ഞാൻ കരുതി. സ്വന്തം ഇടുന്ന ഇന്നെ കഴിച്ചിട്ട് സഹിക്കണമോ? വെട്ടി വാഴയ്ക്ക് വളരണം. അവനോട് കഴിച്ചിട്ട് പ്രയോജനമില്ല. ശീഘ്രം കുഞ്ഞുങ്ങൾ വിളിച്ച് വീട് ശുദ്ധി വരുത്താൻ നോക്കും. കുഞ്ഞാൻ വിളിച്ച് ഒരു പ്രയോജനമില്ലേ? കളപ ശുദ്ധി വരുത്തണം. അതും 41 നാൾ പൂജ പണ്ട കളപത്താളുതാ വേണം. ശിവ ശിവ. പാലക്കാട്ടിൽ നിന്ന് വന്നവരെ എന്നാ ചൊല്ലിട്ട് പോയി? അവർക്ക് തിരുമണത്തിന് സമ്മതമാ. നമ്മ മട ഇടുകയൊക്കെ വളരെ ഇഷ്ടമായി. നടന്നു കിട്ടിയാൽ നല്ലതാക്കും. അതിന് കല്യാണകൃഷ്ണൻ സമ്മതിക്കണ്ടേ? അപ്പൊ അന്റെ കല്യാണം ഫിക്സ് ആച്ചാ? അമ്മനായ ഞാൻ നിൽക്കുമ്പോ തമ്പിയായ അവന്റെ കല്യാണം നടത്താമോ? നിനക്ക് ആര് പെണ്ണ് തരാനാ? പഠിപ്പില്ല, കുളിയില്ല, ജപമില്ല. കാണിക്കുന്നതോ മുഴുവൻ മണ്ടതരങ്ങൾ. இவனே பிரம்மச்சாரியா இருந்து கோயில் காரியங்களை எல்லாம் பாத்துக்கிறான். இவன் காலத்துக்கு அப்புறம் யார் இருக்கா? நீ பிரம்மச்சாரியா இருந்து கோயில் காரியங்களை எல்லாம் பாத்துக்கோ. ஆமா, அதுதான் சரி. ചന്ദ്രൻ കേട്ടാ പോതും. നീ തൃശ്ശൂർ പോയി കല്യാണകൃഷ്ണനെ പുറത്ത് അർജന്റ് മടത്തേക്ക് വരച്ചില്ലേ? വേണമെങ്കിൽ മണിയനും കൂട്ടിക്കോ. അഴകാണ് ഒരു പെണ്ണിനെ കല്യാണം ചെയ്ത് സുഖമായി ജീവിക്കുന്ന ആശെല്ലാം പോച്ച്. കഴിഞ്ഞു. എല്ലാം തകരം പറയാൻ ഇനി അധികം സമയം വേണ്ട. എന്റെ ബ്രദർ അനന്തരാമൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ബ്രദർ വലിയ സന്തോഷിക്കല്ലേ വേണ്ടത്? സരള വളരെ സരളമായി സംസാരിക്കുന്നു. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. ഇതിനെന്തിനും ടെൻഷൻ? എനിക്ക് കല്യാണമേ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ മഠത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു.
എന്താണ് ബാലകൃഷ്ണ, വീട്ടുകാർ എന്റെ കല്യാണം നിശ്ചയിച്ചു. ബാങ്കിലേക്ക് ഇപ്പൊ മലയാളം വിളിച്ചു പറഞ്ഞു. വിവരങ്ങളൊക്കെ പറയാൻ ഇളയമ്മൻ അനന്തരാമനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യണം? ആണുങ്ങളായ നട്ടല് വേണം. നിങ്ങൾ പ്രേമിച്ച് നടന്നപ്പം ഹംസത്തിന്റെ പണി ചെയ്തവൻ ഞാൻ. നിങ്ങൾ രജിസ്റ്റർമാരെ ചെയ്തപ്പം ഒന്നാം സാക്ഷിയായി ഒപ്പിട്ടതും ഞാൻ. ബാക്കിയുള്ളവരെ വിഷമം നിങ്ങൾക്ക് അറിയണ്ടല്ലോ. കാര്യം തുറന്നു പറഞ്ഞാലോ? നന്നായിരിക്കും. അന്യജാതിക്കാരെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പോലും കയറ്റാത്തവരെ അവിടെ ഉള്ളവര്. ആ നിലയ്ക്ക് ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയെന്നറിഞ്ഞാൽ എന്റെ തല കാണില്ല. കഞ്ഞിയ പരമകഞ്ഞി. എന്നെ എങ്ങനെയൊക്കെ പാര വെക്കാവുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരില്ലേ? എന്റെ ഭഗവാനെ, അവരും എത്തി. ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ പ്ലാനിങ്ങൊന്നും സമയമില്ല. ബാലകൃഷ്ണ, സരളെ, എന്നെ സഹായിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒന്ന് പറഞ്ഞു നിർത്ത്. ബെല്ലടിച്ച് നാട്ടുകാരെ കൂട്ടണ്ട. ഞാനിവിടെ ഉണ്ട്. അത് നീ എന്തിനാ ബാങ്കിൽ ഓടി പോകുന്നത്? ഞാൻ വരുന്ന ഒരു മെല്ലെണ്ണ ഫോൺ ചെയ്ത് ചൊല്ലില്ല. ചൊല്ലി എല്ലാം ചൊല്ലി എന്റെ ടെൻഷനില്ല ഞാൻ ഇങ്ങോട്ട് ഓടി പോകുന്നു. സ്വാഭാവിക ചെറുപ്പത്തിലെ ടെൻഷനായോ? ടെൻഷൻ അല്ലല്ലോ, ടെൻഷൻ. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? തിരുമണം വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞതാ. കുടുംബത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കില്ല. എന്തിനൊരു പെണ്ണിന്റെ കണ്ണീരൂടി കാണണം. ടെൻഷൻ ആയതിനു ശേഷം നിത്യബ്രഹ്മചാരിയായി കാശിയിൽ പോയി തപസ്സിരിക്കണമെന്നാണ് എന്നോട് ആശ. എനിക്ക് മാരേജേ വേണ്ട. ഗുഡ്, വെരി ഗുഡ്. തമ്പി, അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ തമ്പിയുടെ മാരേജ് നടക്കக்கூടാതെ അത് പറയാൻ ഞാൻ വന്നത്. കല്യാണകൃഷ്ണ സ്വാമി ഉപദേശിച്ച് എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. എന്നിട്ട് കാലു മാറുന്നു. അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ അനിയന്റെ കെട്ടിടന്നാൽ അണ്ണനായ എനിക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെന്ന് നാട്ടുകാർ കരുതും. അത് സത്യം. അതിനാലെ എന്റെ കല്യാണം നടക്കാതിരിക്കാൻ അണ്ണൻ എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നീ കഥവ് തുറക്ക്, വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ? അതെന്താ? അല്ല, നമുക്ക് പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരാം. വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പുറത്തുപോയി ആഹാരം കഴിക്കാം. ഒന്ന് തുറന്നു കൊടു സ്വാമി, ഞാനും ഒന്ന് കാണട്ടെ. നിന്നെ കേട്ടില്ല. അതിന് സ്വാമിയാർ പറയുന്നുണ്ടല്ലോ. ഞാൻ സ്വാമിയാർ മഠത്തിൽ ജനിച്ചതല്ലേ. മഠത്തിന്റെ ആചാരങ്ങളൊക്കെ ഞാൻ തെറ്റിക്കില്ല. അന്യജാതിക്കാരനെ വീട്ടിനകത്തോട്ട് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. അത് കറക്റ്റ്. മണിയാ, നീ എവിടെ നില്ലേ? തുറക്ക്. എന്നടാ പൈത്യം മാതിരി? ഇതിവിടുത്തെ ഒരു സ്റ്റൈലാ. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ മുറിയാ. ഞങ്ങൾ വാടക ഷെയർ ചെയ്താണ് ഇവിടെ കഴിയുന്നത്. അപ്പടിയാ? എനിക്ക് ഉള്ള കേറ വേണ്ട. കിച്ചണെങ്കിൽ നല്ല പശി. കണ്ടവാ. ദോശ, നീ പെരിയ ചമൽക്കാരനായി പോയല്ലോ. ദോശ പ്രഭാതം. ചട്നി ഇരിക്ക നിറയെ ഇருக்கு. നല്ല സാപ്പിട്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. തന്നാ നീ എന്നെ സഹായിക്കണം. അതിനു മുമ്പ് നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ കല്യാണം നടക്കാതെ നിത്യബ്രഹ്മചാരി എന്നെ പൂജാരിയാക്കാൻ അണ്ണന്മാരുടെ പ്ലാൻ. കല്യാണം കഴിച്ചിട്ട് എനിക്ക് അമേരിക്ക പോണോടാ. അതിന് അമേരിക്കയിൽ ഉടുപ്പി ഹോട്ടലൊന്നും ഇല്ലല്ലോ പ്ലേറ്റ് എഴുതാനായിട്ട്. നിവേദ്യ പാത്രങ്ങൾ കഴിയാനല്ലാതെ അങ്ങനെ പൂജാവിധികൾ വല്ലതും അറിയൂ? കളിയാക്കാതെ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഞാൻ ശങ്കരന് കത്തെഴുതിട്ടുണ്ട്. ശങ്കരന് സന്യാസ പടവാറായിരുന്നു അസ്ട്രോളജർ രാമയ്യ പറഞ്ഞത്. എത്രയോ ശരി. എന്താ? ഒന്നുമില്ല. അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഞാനൊരു വരവ് വരും. അപ്പോഴും നീ ബാങ്കിൽ വല്ലോന്റെ പണം എണ്ണി ഇരിക്കും. അതേ ബാങ്കിൽ 10,000 ഡോളർ ഇടാൻ ഞാൻ വരുമെന്ന് ഞെട്ടരുത്. അങ്ങനെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശങ്കരനെന്ന് ഞാനും എഴുതാം. തൽക്കാലം ഇവിടുന്ന് ശീഘ്രം പോ. അതെന്താ? എന്റെ കൂടെ താമസിക്കുന്നവൻ ആ ഒരു ഭ്രാന്തനാ. താടി വെച്ച് ആരെ കണ്ടാലും അവൻ ഒലക്കെടുത്ത് തലക്കടിക്കും. പാവം അവന്റെ അച്ഛൻ ശബരിമലയ്ക്ക് മാലയിട്ട് താടി വളർത്തിയപ്പം ഒലക്കെടുത്ത് തലക്കടിച്ച് കൊന്നു. മെന്റലായതുകൊണ്ട് കോടതി ഇവിടെ വെറുതെ വിട്ടു. അപ്പടിയാ? അന്ന് വേഗം സ്ഥലം വിടും. അവൻ ദോഷമില്ലാൻ വരാൻ സമയമായി. കടവുളേ, എടാ നീ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും നീ കല്യാണം കഴിക്കില്ലെന്ന്. ഇനി ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം സത്യം സത്യം. കല്യാണകൃഷ്ണ സ്വാമിയെ കാണാൻ വന്നതാ. ബാങ്കിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. ആ വാതിൽ തുറന്നെടുക്കല്ലേ? പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടാവും. ആയിട്ടുണ്ടോ നോക്കട്ടെ. അല്ല, കുട്ടിയാണ്. ഞാൻ മിസസ് കല്യാണകൃഷ്ണൻ. മിസസ് കല്യാണകൃഷ്ണനോ? കല്യാണം കഴിക്കാത്ത കല്യാണകൃഷ്ണൻ മിസിസോ? ഓടി പോണോ? ആശുപത്രിയിൽ മരുന്ന് വെച്ചില്ലേ? മരുന്നോ? ഗോപാലകൃഷ്ണന് എന്താ പറ്റിയേ? വള്ളിക്ക് പോ. വാതിൽ തുറന്നെടുക്കുന്നതല്ലേ?
പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ചോറ് കഴിഞ്ഞു കൊടുക്കട്ടെ. ദേ, ഈ ഗോപാലകൃഷ്ണന്റെ തലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് മരുന്ന് കഴിച്ചോന്ന്. അതെ, നീ എന്താ മരുന്ന് കഴിക്കാഞ്ഞത്? ഭ്രാന്താശുപത്രി ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയെന്ന് പത്രത്തിൽ വായിച്ചപ്പോഴേ ഞാൻ കരുതിയതാ കുറെ നാൾ ഒന്ന് ചാടിപ്പോകുന്നു. ഗോപാലകൃഷ്ണ, പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ പിടിച്ചോണ്ട് പോകും. ആരാത്? മോളിലത്തെ ഗോപാലകൃഷ്ണന്റെ അനിയത്തിയാ, തലയ്ക്ക് ലൂസാ. എന്നിട്ട് അവൾ കല്യാണ സമയത്ത് മിസ്സാണെന്ന് പറഞ്ഞു. ഓ, ഇല്ല, എന്റെ പേരാണ് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പറയും. അവൾ അങ്ങനെയാ. ഒരു പ്രേമം തകർന്ന ഷോക്കിൽ നിന്നുണ്ടായ വട്ട. ആരെ കണ്ടാലും ഭർത്താവാണെന്ന് പറയും. കഷ്ടം. അത് കൊള്ളാലോ. എന്നിട്ട് അവൾ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. പറയും പറയും. അയ്യോ, പട്ട് പകർത്തല്ലോ. തിരിച്ചു പോരൂ. അയ്യോ, ഇതിലെന്തോ കളിയുണ്ട്. ഞാൻ പറയാം, എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ മറിച്ചപ്പോ എല്ലാരോടും പറയും. പറയുന്നത് കേൾക്കരുത്. പ്രശ്നമില്ല. നീ എന്നെ ചരിത്രയിൽ കളിയാ കളിക്കും. ഒരാള് പിടി, ഒരാള് കളി. നടങ്ങ്, ഞാൻ എല്ലാം പറയാം. നീ സമയം ചടിക്കരുത്. പിടി പിടി പിടി. കല്യാണം കഴിക്കാത്ത ബ്രഹ്മചാരിയാണോന്ന് പറഞ്ഞു നടക്കല്ലോ. ഞാൻ ഇത് പഠിപ്പിച്ചെന്ന് പറയും. കാല വെച്ചു കേട്ടപ്പോ കൈയെടുക്കാനാണ് എന്റെ സമയം. കല്യാണം കാര്യം പറയട്ടെ. എനിക്ക് ഇത്രയും മതി. ഇവൻ പെണ്ണ് കെട്ടിയെന്നെ തെറിച്ചു. ഇവൻ കെട്ടിയ പിന്നെ എന്റെ കല്യാണം നടക്കില്ല. നിത്യ ബ്രഹ്മചാരിയായ ഞാൻ പിന്നെ പൂജാരിയാകേണ്ടി വരും. ഇത് ഞാൻ കലക്കും. മണിയാ, ഞാൻ ഇനി എന്ത് ചെയ്യൂടാ? സത്യം പറ, സ്വാമി കല്യാണം കഴിച്ചോ? അങ്ങനെ പറ്റിപ്പോയി. പെണ്ണവർത്തിയാ? ഇവിടെ അടുത്തുള്ള ബ്രാഹ്മണ സമൂഹം വക അനാഥാലയത്തിലെ ഒരു അനാഥ കുട്ടിയാ. അയ്യോ, അനാഥയോ? സ്വാമിയുടെ സമയം വളരെ മോശം. മണത്തിലാരും അറിയണ്ട. മണിയ, നീ എന്നെ രക്ഷിക്കണം. നടുക്കടലിൽ ചെന്ന് എന്നിട്ട് രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഞാനും നിന്നിട്ടാവില്ലേ? നിനക്കല്ലാതെ ഈ സാഹചര്യത്തിൽ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ ഞാനും ഭാഗ്യലക്ഷ്മിയായുള്ള സ്നേഹബന്ധം പോവാൻ സ്വാമി വളമിടണം. ഒരേ കത്തുമ്പം വാഴ വെട്ടരുത് മണിയാ. വളമല്ല, ഒരു ചാണകം ഞാൻ ഇറക്കി തരാം. പോരെ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മഠത്തിൽ ആർക്കും വേണ്ടാത്തവൻ ഞാനാണല്ലോ. പഠിക്കാത്തവൻ, വിവരം കെട്ടവൻ, കഴുത. അവനാണല്ലോ കുടുംബത്തിലെ മാണിക്യം. എന്നിട്ടിപ്പോ എന്തായി? അവനെ ഇനി ഈ പഠിക്കകത്ത് കയറ്റരുത്. ആ ബന്ധം മുറിച്ച് അവനെ ബ്രഹ്മചാരിയാക്കണം. മഠത്തിൽ കേട്ടായിരുന്നാൽ മാണിക്കേട്ട് പോകുമോ? എന്നാലും മഹാഭാവി അവൻ എത്ര ചെയ്തല്ലോ മൃഗ. ത്രിമൂർത്തികൾ വാഴുന്ന മച്ചിലെ അന്യമതക്കാരെ കുടിയിരുത്തിയില്ലേ? മഠത്തേക്ക് ശാപം വീഴുന്നു അന്നേ എനിക്ക് തോന്നിയതാക്കും. എല്ലാത്തിനും കാരണം ഇവൻ താൻ. ഓഹോ, അവൻ തോന്നിയാത്തം കാണിച്ചതിനും കുറ്റക്കാരൻ ഞാൻ. അവൻ കെട്ടിയ സ്ഥിതിക്ക് മൂത്തവനായ ഞാനിനി നിസ്ബ്രഹ്മചാരിയായി പോകുമല്ലോ. അമ്മാ, എന്റെ ആശ എല്ലാമേ പോച്ചു. പഴനിയാണ്ടവാ, இந்த சாமியார் மடத்துடைய கௌரவமே போச்சு. இனிமே நான் என்னடா செய்வேன்? இப்படி செஞ்சுட்டியடா. ചെയ്യാനൊന്നുമില്ല. തൃശ്ശൂർക്ക് ചെല്ല, കൊടുവാണ് കൊണ്ട് അവന്റെ കഴുത്ത് വെട്ട, ജയിലിൽ പോവാ, മഠത്തിന്റെ മാനം കാക്കാൻ. ஐயோ, തിരിച്ചാവല്ലവാ, அப்படியெல்லாம் ஒண்ணும் செய்யாதடா. பொண்ண பாக்குறதுக்கு லட்சணமா இருக்கா. തല്ലാനും കൊല്ലാനൊന്നും പോവണ്ട. പടിയടച്ച് പിണ്ടം വെക്ക. ஐயோ, ലക്ഷ്മി നാരായണ, എടുത്തു ചാടി ഒന്നും ചെയ്യ വേண்டாം. അനന്തം പറയണ സത്യമാണെന്ന് എങ്ങനെ അറിയാം? இந்த போட்டோவை பார்த்துட்டு அவன் கல்யாணம் செஞ்சாச்சுன்னு நாம முடிவு செய்ய கூடாது. அப்போ போய் நேர்ல பாரு. ஆமா, திருச்சூருக்கு போய் அவனை நேரா பாரு. அதுக்கப்புறம் நாம ஒரு முடிவுக்கு வரலாம். அதுக்கு முன்னால இத பத்தி இனிமே இங்க யாரும் ஒண்ணும் பேசக்கூடாது. கல்யாணம் கிருஷ்ணா, நான் கேக்குறதெல்லாம் உண்மையாடா? അല്ല, ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? വെറുതെ റെഡി ആവുന്ന പറഞ്ഞ് ഇറങ്ങി പോയാൽ മതിയോ? എന്താ പ്ലാൻ? എല്ലാം പോകുന്ന വഴിക്ക് വിശദമായി പറഞ്ഞുതരാം. അതിന് ബാങ്കിൽ ലീവ് എഴുതി കൊടുക്കണ്ടേ? അതെല്ലാം ഓക്കെ, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ആണുങ്ങളായ കുറച്ച് ചങ്കൂറ്റൊക്കെ വേണം. ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒന്നിച്ചു പൊറുക്കാൻ തീരുമാനിച്ചതും. ആ ചങ്കൂറ്റ ഇപ്പൊ എവിടെ പോയി? എന്റെ പൊന്നുമോളെ, തർക്കിച്ചിരിക്കാൻ സമയമില്ല. ആ അനന്തേട്ടൻ മഠത്തിൽ ചെന്ന് പാര വയ്ക്കും, ഉറപ്പാ. കൂടും പൊളിച്ച് പട്ടന്മാരെല്ലാം കൂടെ പടയോടെ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ആട്ടെ, എങ്ങോട്ടാ യാത്ര? വീരപ്പന്റെ വീട്ടിലേക്ക്. അതാരാ? നിന്റെ അപ്പൂപ്പൻ. തിരുപ്പതിയിലേക്ക്. മഠത്തിലുള്ളവർ കല്യാണകൃഷ്ണനെ അന്വേഷിച്ച് കാണാതെ വരുമ്പോ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. പരസ്യം? ആ, കണ്ടവരുണ്ടോ പരസ്യം? കല്യാണകൃഷ്ണ, നീ മടങ്ങി വരൂ, നിന്റെ വിവാഹം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു.
തിരുമ്പി വാ തമ്പി. അതുവരെ മുങ്ങണം. ഇന്ന് ഇവിടെ മുങ്ങിയ പരസ്യം വന്നാലേ പൊങ്ങാവൂ. മുങ്ങിയാട്ടെ മുങ്ങിയാട്ടെ. എളുപ്പവാ. ചെരുപ്പ് പിടിച്ചാട്ടെ പിടിച്ചാട്ടെ. പാര്, കണ്ണ് നിറയെ പാര്. ഞാനന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സംശയമായിരുന്നില്ലേ? ഏതടാ പെണ്ണ്? അത് പിന്നെ വിൽക്കാൻ എഴുതുവൊന്നും വേണ്ട. ചൊല്ലി തമ്പി ചൊല്ലി. ഇന്ന പൊണ്ണ് യാരെന്ന് നിനക്ക് ഇവക്ക് എന്നാ സംബന്ധം? അതറിഞ്ഞിട്ട് വേണം നിന്റെ പിണ്ടം വെക്കാനും അടിയന്തരം നടത്താനും. ചൊല്ലടാ, ഏതാ ഈ പെണ്ണ്? ഭാര്യ അല്ലാതെ ആര്? ഇവന്റെ കല്യാണം കഴിഞ്ഞു. ഇനി രണ്ടുപേരെ മഠത്തിലേക്ക് വിളിച്ചോണ്ട് വെക്കോ. ചെലവ് പറഞ്ഞില്ലേ? മഠത്തിന്റെ മാനം കെടുത്തിയെന്ന് ഞാൻ കൊല്ലും. ഗിരിജാവല്ലഭാ, നീ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറയട്ടെ. ഇവള് നിന്റെ ആരാടാ? എന്റെ ഭാര്യ. കല്യാണ കൃഷ്ണ, മന്നിക്കണം. അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നിന്റെ പേരെന്താടി? ശിവകാമി. ശിവകാമി സ്വാമിനാഥൻ. ശിവകാമി. ശിവകാമി സ്വാമിനാഥനോ? അതെ. ഏത് മഠത്തിലെയാ? പാലക്കാട് ഊരുമഠത്തിലെ. പാലക്കാട്ടെ? ഇപ്പൊ താമസിക്കുന്ന കോയമ്പത്തൂര്. ഊരുമഠത്തിലെയോ? അതെ. ഊരുമഠത്തിലെ സ്വാമിനാഥന്റെയോ? റെയിൽവേയിലെ ഡിവിഷണൽ എഞ്ചിനീയർ? അതെ അതെ, ഇപ്പൊ റിട്ടയർ ചെയ്തു അല്ലേ? അവൻ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ചതാ. ഇപ്പൊ എങ്കിരിക്കും ശിവകാമി? മരിച്ചുപോയി. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ഇവരുടെ അമ്മാവൻ സുബ്ബരാമയ്യരുടെ കൂടെയാണ് താമസം. റിട്ടയർഡ് അഡ്വക്കേറ്റ് ജനറൽ. തല്ലാനും കൊല്ലാനും പടിയടച്ച് പിണ്ണം വെക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഊരുമടക്കാരെന്ന് കേട്ടപ്പോ എല്ലാരും ഊരിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ചുംബൻ നിർത്ത. ഊരുമടക്കാരെ പറ്റി നിനക്ക് എന്തറിയാം? നമുക്കൊന്നും അവരുടെ പഠിപ്പുര കിടക്കാനുള്ള യോഗ്യതയില്ല. സ്വാമിനാഥന്റെ പെരിയപ്പ കൊച്ചി രാജാവിന്റെ ദിവാനായിരുന്നു. ദിവാൻ പേഷ്കർ ആദിശേഷയ്യ തെരിയുമാ? ആദ്യം അന്തവുമില്ലാത്ത കാര്യമാണ് അവൻ ചെയ്തത്. ആദിശേഷയ്യരുടെ മഹത്വം പറഞ്ഞു നിൽക്കാതെ പടിയടച്ച് പിണ്ണം വെക്കണ്ട. ആദ്യം നിന്റെ വീട്ടിൽ വയ്ക്കേണ്ടത്. പുറവളിയെ നടന്നത് നടന്നു. 2 മഠക്കാരുമായി ആലോചിച്ച് അഗ്നിസാക്ഷിയായി തീരുമാനം നടത്താം. ഞാൻ അപ്പടിയാ കല്യാണകൃഷ്ണനോട് ചൊല്ലിയത്. അത് ശരിയാ, മാനം കാക്കാലോ. പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. പക്ഷേ എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല. ഇനി ആരും ഒന്നും പറയണ്ട. സീതാരാമൻ ചൊന്നതാ ശരി. നടന്നതൊന്നും നാട്ടുകാരെ അറിഞ്ഞിട്ടില്ലല്ലോ. തിരുവോണം നടന്ന വിവരം പുറത്തു പറയണ്ട. ആചാരം പോലെ തന്നെ പെണ്ണു കാണലും കല്യാണവും ഒക്കെ നടക്കട്ടെ. നല്ല നാൾ പാത്ത് ഒന്നപ്പാക്ക പോണം. നീ ഒന്നും പറയണ്ട. അയ്യോ കള്ളൻ കള്ളൻ നിക്കവിടെ. കള്ളൻ കള്ളൻ ഓടി വരണേ. കടലിൽ ചാടി അവന്റെ കൂടെ ചാടി പൊക്കിയെടുത്തിട്ടുള്ളവനാടാ ഞാൻ. കർത്താവേ, മാത്തച്ഛ മുതലാളി വെച്ച് പൂജിക്കുന്ന സ്വർണ്ണ കുരിശ് എടുത്തോണ്ടാണല്ലോ മഹാഭാവി മുങ്ങിയത്. പേടിക്കണ്ട പേടിക്കണ്ട, അവനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തു തരാം. അവൻ വെള്ളത്തിലേക്ക് ചാടിയപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. ഇനി അവനെ തപ്പിച്ച് രക്ഷയില്ല. അങ്കമാലിയിൽ മുങ്ങിയാൽ അടിമാലിയിൽ പൊങ്ങുന്നവനവൻ. വെങ്കലം ചാക്കുണ്ണി. എടാ ചാക്കുണ്ണി. കേട്ടോ കേട്ടാ, അവൻ അടി കൂടെ ഒന്ന് കാല് വരുന്ന കണ്ടോ? എടാ, ഈ മുട്ടിലേറ്റ് മാറ വന്നേരെ നിനക്കറിയില്ല. ചുണയുണ്ടെങ്കിൽ പുറത്ത് വാടാ. മുട്ടിലേറ്റ് രണ്ടെണ്ണ തട്ടാലിട്ടല്ലോ, നീ ചോര കക്കും. അതോടെ നിന്റെ പൊക്കലും നിൽക്കും. കുറഞ്ഞത് 10-15 പേരെങ്കിലും ഇവളുടെ ബന്ധുക്കളായി ഇറക്കിയേ പറ്റൂ. എല്ലാം ചെറുപ്പക്കാരായ പറ്റില്ല, പല പ്രായക്കാർ വേണം. തന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ നല്ല നമ്പറാ. ഒരു 4-5 പേരെ ഞാൻ ഒപ്പിക്കാം. ഞങ്ങളുടെ ഒരു കഥകളി ക്ലബ്ബുണ്ട്. അവിടുത്തെ കഥകളിക്കാരൻ ചെണ്ടക്കാരൻ കണ്ട ബ്രാഹ്മൺസ് ആണെന്നേ തോന്നുന്നു. നിർമ്മലയുടെ അമ്മാവൻ ഒരു സുബ്ബരാമയ്യരാണെന്നും അയാൾ ഒരു റിട്ടയർഡ് അഡ്വക്കേറ്റ് ജനറൽ ആണെന്നും ഞാനൊരു കാച്ചിട്ടുണ്ട്. അയാളാണ് ഇപ്പം വിവാഹം നടത്തി തരേണ്ടതെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ സുബ്ബരാമയ്യരായിരിക്കണം കലക്കേണ്ടത്. അതിന് പറ്റിയ ഒരാളെ തരണം. അയാളുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു മഠവും കണ്ടുപിടിക്കണം. അത് വേണം. അതാണ് ഇപ്പൊ ഏറ്റവും പ്രശ്നം. ഞാൻ ഇങ്ങോട്ട് ഓടിക്കറി ആരോട് പറഞ്ഞത്. ആ മുട്ടുകേറ്റ് മാറ്റം പിന്നാലെ വരുന്നുണ്ട്. എന്നെങ്ങനെയെങ്കിലും രക്ഷിക്കണം. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നു? അതല്ല സാറേ, അയാൾ എന്നെ ഇടവും വലവുത്തിയാ സമ്മതിക്കുന്നില്ല. അയാൾ എന്റെ നെഞ്ചത്തെ വള്ളക്കെ മുട്ടുകയറ്റിയ ഞാൻ കട്ടപ്പുറത്തായി പോവും. രക്ഷിക്കണം. അങ്ങോട്ട് കയറിയുന്നു. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്.
അക്കരെ താമസിക്കുന്ന കള്ളൻ ഇട്ടി ചാക്കുണ്ണി ഇങ്ങോട്ട് ഓടിക്കറിയോ? ഇല്ലല്ലോ. ഇങ്ങോട്ട് കയറിയത് പോലെ തോന്നിയല്ലോ. കുറെ ദിവസമായി അവൻ എന്റെ കണ്ണും വെട്ടിച്ച് മുങ്ങി നടക്കുന്നു. ചാക്കുണ്ണി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആ അതിലെ ഒരാൾ ഓടി പോകുന്നുണ്ട് അല്ലേ? ആ അതെ. എന്നാൽ അവൻ ആ വഴിക്ക് മുങ്ങിയതാവും. നിന്നെ പൊക്കാൻ ഞാൻ ദാ വരുന്നടാ. വലുതായി പോയല്ലോ. എടോ ചാക്കുണ്ണി അവര് പോയി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അകത്തൊന്നും വല്ല അടിച്ചു മാറ്റിയോ? താൻ ആള് പെശകാണെന്ന് എനിക്കറിയാം. എന്താ സാറേ, അതെന്നെ കൊച്ചാക്കുന്ന ഏർപ്പാടല്ലോ. ഇതെന്റെ വീട് പോലല്ലോ. ഇവിടെ ഞാൻ കാക്കോ? എന്റെ പുണ്യാളച്ച, ഇതെന്തൊരു പറച്ചിലാ. ഞാൻ വരട്ടെ. ഓ സാറിന്റെ ഏയ്, പറയല്ലേ വീടില്ല, സാറിന് വീടില്ല. പോ പോ. പിന്നെ നമസ്കാരം ചേച്ചി. ഓ, ആ, ഓ. എടാ കല്യാണകൃഷ്ണ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? മീശ വടിച്ചിറക്കിയ ഈ ഇട്ടിച്ചാക്കുന് തനി ബ്രാഹ്മണ ലുക്ക. ഇയാളെ സുബ്രാമയ്യരാക്കിയാലോ? ചാക്കുണ്ണി ആള് കളറാണെങ്കിലും പരോപകാരിയാ. നിങ്ങൾ ഇവിടെ ഞങ്ങളിപ്പോ വരാം. ചാക്കുണ്ണി ചേട്ടാ ഒന്ന് നിന്നെ. ചാക്കുണ്ണി പേര് വിളിക്കാതെ ചേട്ടാന്ന് വിളി. കാര്യം കാണാൻ കഴുതക്കാലി പിടിക്കണം ചേട്ടാ. ചാക്കുണ്ണി ചേട്ടാ തന്നെ എന്റെ കർത്താവാണ് ഞാൻ ഒന്ന് കെട്ടിട്ടില്ല. ഞാൻ ഒന്ന് കെട്ടിട്ടില്ലല്ലേ? അതിനല്ലേ തനിക്കൊരു മലങ്കോളുണ്ട്. എനിക്കൊരു കോളം വേണ്ട. ഇതിനൊന്നും പ്രശ്നമില്ല. നില്ല്. കർത്താവായി ചാണകം കടവുള്ള ഈ ചാക്കുണ്ണി എവിടെ പോയി കിടക്കുന്നു? നീ ഇതുവരെ റെഡിയായില്ലേ? എല്ലാരും എത്തിയോ? എല്ലാം കുഴപ്പമായെന്നാ തോന്നുന്നു. അണ്ണന്മാരും ഒക്കെ എത്തി. ആ ചാക്കുണ്ണി ഇതുവരെ എത്തിയില്ല. അയ്യോ, ചാക്കുണ്ണി എത്തിയില്ലേ? ഇല്ല, അയാളൊന്ന് വല്ലയിടത്ത് തങ്ങിയടിച്ച് കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ ഇന്നലെ രാത്രി പോലീസ് പിടിച്ചു കാണും. എല്ലാം അറേഞ്ച് ചെയ്യാൻ ആ ഗോപാലകൃഷ്ണനെ ഏൽപ്പിച്ചാണ് ഏറ്റവും വലിയ കുഴപ്പമായത്. ഗോപാലകൃഷ്ണൻ വിചാരിച്ചോട്ടെ ഈ നാടകത്തിന് ഇങ്ങനെ ഒരു വീട് ഒത്തുകിട്ടിയത്. അല്ല, ഈ വീടിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഊരുമണം. എല്ലാം ഊരി വീടുന്നൊന്നും എളുപ്പം ഉടുപ്പിച്ചിട്ട് ശരിയാവുന്നില്ല. ചേച്ചി ഒന്ന് മാറിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഇതുവഴി എന്താ ഇത്ര മനസ്സ് ശരിയല്ലാത്ത ഒന്നും ശരിയാവുന്നില്ല. ഒന്ന് എളുപ്പം ഉടുപ്പീര്. ചേട്ടനെ ഇത് ഉടുപ്പിക്കാൻ അറിയില്ല, പിന്നെയല്ല അവർക്ക്. പിന്നെ ഇത് ഉടുത്തോണ്ടല്ലേ ഞാൻ ബാങ്കിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ ഉടുപ്പിച്ചോളാന്ന് പറഞ്ഞല്ലേ ഗോപാലകൃഷ്ണൻ 100 രൂപ വാങ്ങിച്ചത്. സാധാരണ സാരിയാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് എങ്ങനെ ഉടുപ്പിച്ചിട്ട് മിച്ചം വരുന്നു? മിച്ചം വരുന്ന എല്ലാം കൂടെ എവിടെയെങ്കിലും ചൊരുക്കി പോയി. ഞാൻ ആ കള്ള ചാക്കുണ്ണി ഒന്ന് കണ്ടുപിടിക്കട്ടെ. അയാൾ വന്നില്ലെങ്കിൽ എന്റെ മുരുക. എന്തൊരു കഷ്ടം. ഗോപാലകൃഷ്ണ, ചാക്കുണ്ണി ഇനി എത്തിയില്ലേ? അകത്തെല്ലാരും പെണ്ണിന്റെ അമ്മാവനെ തിരക്കുന്നു. ഒറ്റയ്ക്ക് വന്നോളാന്ന് പറഞ്ഞപ്പോ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതാ. ഓ, മുഹൂർത്തമാകാറായി. അകത്ത് അണ്ണന്മാര് സുബ്ബരാമയ്യരെ തിരക്കിയപ്പോ അത്യാവശ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയി ഉച്ചരത്തെ ഫ്ലൈറ്റിന് വരുമെന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പി. ഇയാൾ എവിടെ പോയി കിടക്കുന്നു? ഈ പേര് വായിക്കൊള്ളത്തില്ല. സുബ്രഹ്മണ്യർന്ന് പോരെ? അയ്യോ, ഇനിയിപ്പോ പേരൊന്നും മാറ്റി പറയാൻ പറ്റില്ല. സുബ്ബരാമയ്യർ തന്നെ. ഞാൻ സുബ്രഹ്മണ്യർന്ന് പറയൂ. അല്ല, സുബ്ബരാമയ്യർ, അഡ്വക്കേറ്റ് ജനറൽ. സുബ്ബമ്മാൾ. അമ്മാളല്ല, അയ്യർ. ഇയാളാണ് സുബ്ബരാമയ്യർ. ഒരു ഇറണം കെട്ട ലക്ഷണമാണല്ലോ. അനന്താ, നാവടക്ക് പെരിയ ആൾക്കാരെ കുറിച്ച് പേശാതെ. ആരെങ്കിലും കേസിന്റെയോ നിയമങ്ങളുടെ കാര്യം ചോദിച്ചാൽ ചുമ്മാ ചിരിച്ചോണ്ടിരുന്നാ മതി. മോഷണ കേസിനെ പറ്റി എന്ത് ലോ പോയിന്റ് ചോദിച്ചാലും ഞാൻ വെച്ച അലക്കും. താൻ അലക്കിയ തിരുമി ഒന്നും വേണ്ട. സമയായി കേറി വാ. അതൊരു ഓ ലുങ്കിയല്ലേ? ഓ, മാന്യമായി പെരുമാറണം. കയ്യിൽ വിടരുത്. സുബ്രഹ്മണ്യർ സ്വാമി അല്ലേ? ആമാ, നിശ്ചയതാമ്പൂലം ആയതുകൊണ്ട് ഒഫീഷ്യൽ ഡ്രസ് ആകട്ടെ എന്ന് സ്വാമി തീരുമാനിച്ചു. വാങ്ങോ. എല്ലാവരും സമയം കാത്തിരിക്കുക. മുഹൂർത്തത്തിന് സമയമായി. കർത്താവിന്റെ ഇനി കർത്താവ് സാറിനെ കാത്തിരിക്കാൻ പറ്റത്തില്ല. മുഹൂർത്തമായി. ശിവകാമിയുടെ അമ്മാവന്റെ ക്ലോസ് ഫ്രണ്ടാ ജസ്റ്റിസ് ആദിനാരായണൻ കർത്താവ്. എന്ത് കാര്യത്തിനും പുള്ളിക്ക് കർത്താവ് സാർ തന്നെ വേണം. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, മൊബൈൽ കോടതി, ഇവിടെ എല്ലാം കേസുണ്ടെന്ന് പറയായിരുന്നു. ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങോട്ട് ഇരിക്കാം. അയ്യടാ, തൊഴിലിവിടല്ലേ? വന്നാട്ടെ അടുത്തേക്ക് വന്നാട്ടെ. ഇതാ കല്യാണകൃഷ്ണനുടെ ബ്രദേഴ്സും അണ്ണിമാരും. ഇത് അമ്മ. ശിവകാമി എനക്ക് മകളെ പോലെ ആക്കും. അപ്പനും അമ്മയും ഇല്ലാതെ സിന്ന കുളമ്പ്. ഒരു കുറയും കൂടാതെയാണ് നാം അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ശിവകാമി കാഫി കൊണ്ടമ്മ.
പൊണ്ണെ എല്ലാവർക്കും പിടിച്ചാച്ചാ ரொம்ப ലക്ഷണമാ இருக்கா ഓ ഇനി എന്ത് പിടിക്കാൻ എല്ലാം കഴിഞ്ഞില്ലേ? അനന്താ നീ പേശാതെ 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു മുഹൂർത്തം പാത്ത് இந்த കല്യാണം നടത്തണം. അതിനെന്താ നടത്താലോ. ആനാ എനിക്കൊരു വേണ്ടുകോൾ ഇருக்கு. ശിവകാമിயின் തിരുമണം ഇതേ ഇടത്തിൽ വെച്ച് നടത്തണമെന്ന്. ഇത് നടക്കാതെ മാമ ഒന്ന് പിടിച്ചേ. എന്റെ കല്യാണം ഞങ്ങളുടെ മഠത്തിലെ കോവിലിൽ വെച്ച് നടത്തണമെന്ന് നേർച്ച ഇருக்கு. ഓഹോ അപ്പടിയാ? ആ. അവളോ പുതിയ കോയില പഞ്ചലോഹ വിഗ്രഹമാ? കോഫി കുടി മാമ. അപ്പോ തീരുമാനിച്ച പോലെ മഠത്തിലെ കോവിലിൽ വെച്ച് തിരുമണം നടത്തലാം. அழுதாரு சொல்லப்போமா? ഗ്ലോസ് തോഴവി തോഴവി. കല്യാണ കൃഷ്ണ സ്വാമിക്ക് എന്നെ കാളനും ഓലനും പ്രമാദമായിരിക്കുന്നെന്ന് ശിവകാമിയുടെ അമ്മാവൻ കൽപ്പാത്തി വെങ്കടാചലയർന്ന് കേട്ടിരിക്കും. പെരിയ ചമയൽക്കാരൻ അവൻ താൻ ചമയൽ. ആമാ സുബ്രഹ്മണ്യ സ്വാമിക്ക് പായസം വിളമ്പടാനന്താ. ശീഘ്രം. ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. യവൻ ആരാ? ഇവിടുത്തെ ജോലിക്കാരനെ? അയ്യോ എന്റെ അണ്ണന്. കണ്ടിട്ട് എന്നെ പോലെ ഒരു ബ്രാഹ്മണ ലുക്കില്ലേ? ഒരു കള്ള ലുക്ക്. പേശാതെ പേശാതെ പെരിയ ആള്. വിളമ്പ് വിളമ്പ് വിളമ്പ്. തന്നെ കുടിപ്പിക്കാം. എന്റെ മതിയാക്കിയോ? കർത്താവിന്റെ ഓ കർത്താവ് കർത്താവ് കർത്താവ്. മാമന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കർത്താവ് സാറ്. പുള്ളിക്കാരൻ എന്തെങ്കിലും അസൗകര്യം കാണും, അതാ വരാത്തത്. മാമന്റെ ഒരു വിഷമം. അത് അങ്ങനെയാ. ആത്മാർത്ഥ സുഹൃത്തുക്കൾ വരാതിരുന്നാൽ മനസ്സിന് ഒരു കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അതിനെന്താ ഇനിയും വരാലോ. വന്നാട്ടെ, കൈ കഴുകാം. വരൂ. വണക്കം. എന്താ സ്വാമി? ഇங்கே കൈ കഴുകതൊക്കെ ഒരു ചിന്ന കിണ്ടിയില്ലേ? കിണ്ടി ഇല്ലേ? ഇപ്പൊ അവിടെ ഇരുന്നതാണല്ലോ. ഭാഗ്യലക്ഷ്മി കനകാക്ക എന്നടാ മണിയാ? കൈ കഴുകാൻ ഇവിടെ ഒരു കിണ്ടി വെച്ചില്ലേ? ഞാൻ തന്നെ ഇങ്ങ വെച്ചിരുന്നേ. സ്വാമി കൈ കഴുകിയത് എപ്പടി? പാത്രം കാണലേ, അതനാലെ കൈ തെറ്റിച്ച് കൈയാച്ചി. ഹേ മണിയാ, നീ പിന്നാടി പോയി തട്ടിന്റെ മേലെ കേറി 4-5 ചെറിയ കിണ്ടി എടുത്തോണ്ട് വാ. ശീഘ്രം. തട്ടിന്റെ മുകളിൽ കയറാൻ പിന്നാപ്പുറത്ത് വഴിയുണ്ടോ? അന്യജാതിക്കാരെ ഞങ്ങൾ മഠത്തിനകത്ത് കയറ്റാറില്ല. അവർക്ക് അപ്പടി ഒരു വഴി വെച്ചിരിക്കെ. കറക്റ്റ്. ഓട്ടുപാത്രങ്ങൾ ധാരാളം തട്ടുംപുറത്തുണ്ടാവൂലേ? ഓട്ടുപാത്രങ്ങൾ മാത്രമല്ല, പിന്നെ വെള്ളിപ്പാത്രങ്ങള്, പഞ്ചലോഹ തളികള് ഒക്കെ ഇരിക്ക്. തട്ടിന്റെ മേലിൽ പറയുന്ന പോലെ ഒന്നുമില്ല, വെറുതെ പറയുക. என்னடா தட்டின் மேல ஒண்ணுமே இல்லைன்னு சொல்றாய்? சாமி, தட்டின் மேல நிறைய பாத்திரம் இருக்கு, நீங்க மேல ஏறி பாருங்க. அப்படியா? பெரிய குடும்பாச்சே. என்னடா அது? அவர் എന്ത് വിചാരിക്കും നമ്മളെ പറ്റി? ഞാൻ പോയി വെള്ളം പകർത്തുണ്ട് വരാം. എന്നാ പിന്നെ മറുപടി എന്നത്തേക്ക് വെക്കണം? ഒന്നു വീടും പാത്ത് അപ്പടിയേ പണി കണ്ടവരെ കുമ്പിട്ട് വരലാം. അല്ല അത് വേണ്ട. അതിപ്പോ ഇവരെല്ലാരും കൂടി കാശി രാമേശ്വരത്തൊക്കെ പോവാ. 2 മാസത്തെ തീർത്ഥയാത്ര. അതെ അതെ. ഇന്ത സമയത്തിലൊരു തീർത്ഥയാത്ര. ശിവകാമിയുടെ കല്യാണം മംഗളമായി നടന്നാൽ കാശിയിലും രാമേശ്വരത്തും പോകാമെന്ന് മാമൻ നേർന്നിട്ടുണ്ടെന്ന് ശിവകാമി ചൊല്ലിയാച്ച്. അതെ അതെ. കർത്താവ് ഏട്ടന്റെ എയർ കണ്ടീഷൻ ബസ് തന്നെ ബുക്ക് ചെയ്യാം. എന്നാ പിന്നെ പോകാൻ ധൃതി ഉണ്ടെന്ന് അകത്തുള്ളവർ പറയുന്നു. എവിടെ പോകാൻ? ശംഭു, എന്നമ്മ டேய், என்ன வெட்ல செல்லம் கண்டில்ல, இங்க எங்கயாவது பாத்தியா? നാടുക്കല്ലേ. എടാ അനന്താ, അമ്മാവോടെ വെറ്റില ചെല്ലങ്ക. എന്നാ പിന്നെ ഇരിക്കുന്നില്ല, സമയമാച്ച്. മാമി എല്ലാരും വിളിച്ചോളൂ. ശിവകാമിയുടെ അമ്മാവനോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ടായിരുന്നു, ഒന്നീ വന്നേ. ഇനിയിപ്പോ പേശാൻ സമയമില്ല. എന്തൊക്കെ ഫോൺ ചെയ്യൂ ഇല്ലേ? അത് പറഞ്ഞാൽ പറ്റില്ല. ഈ വിവാഹം നടത്താനായി അങ്ങ് ചെയ്തു തന്ന സഹായത്തിന് അങ്ങയുടെ പാദം തൊട്ട് എനിക്ക് നമസ്കരിക്കണം. അത് ഇവിടെ വെച്ചായിക്കൂടെ? എനിക്കൊരു നാണക്കേട് പോലെ. അകത്ത് വെച്ചാകാം. എന്നാ അകത്തോട്ട് പോയാട്ടെ. അത് വേണം. വേണം. മാമൻ വന്നട്ടെ. വണക്കം. നമസ്കാരം. ശരിയാണപ്പോ. എന്നാലും എന്തൊരു വിനയം. അതെ അതെ അതെ. വാങ്ങ്. ചാക്കുണ്ണി, തന്നെയൊക്കെ എന്റെ മാമനാന്ന് പറഞ്ഞ് ഈ മഠത്തിനകത്ത് കഴിച്ച എന്നെ വേണം തല്ലാൻ. എടുക്കണം അവന്റെ സഞ്ചി.
അയ്യോ സാറേ, ഇതൊക്കെ എന്റെ സഞ്ചിലെങ്ങനാന്ന്? അതെ, ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ലോ, എന്റെ ഒരു ഗതികേട് കൊണ്ട് തന്റെ ഒരു സഹായം സ്വീകരിച്ചിന് താൻ പാരയാലുണ്ടല്ലോ വെട്ടി മുറികളെ. സാറേ, ആ സഞ്ചി കാണരുത്. തനിക്ക് ഈ പന്ന സഞ്ചി എവിടുന്ന് കിട്ടി? വന്നപ്പോ തൊഴിലില്ലായിരുന്നല്ലോ. എവിടെ പോയാലും ഞാൻ ആ സഞ്ചി കരുതും. തൊഴിലല്ലേ, ഒരു ആത്മാർത്ഥം കൊണ്ട് സാറേ. തന്നെ വീട്ടിൽ കയറ്റി എന്നെ വേണം പറയാൻ. ദാ, കാശ് കാശ് വേണ്ട എനിക്ക്. സാറേ, സാർ 1 ലക്ഷം രൂപ വെച്ചാലും ഞാൻ തൊടുകയല്ല. അതിനപ്പുറത്തേക്ക് കിണ്ടി വെച്ചാ ഞാൻ എടുത്തു മാറ്റും. അതൊരു ശീലമായി പോയി. അയ്യോ, പതുക്കെ പറയൂ, അപ്പുറത്ത് ആളുണ്ട്. സാറേ, എനിക്ക് വെറ്റലമുറുക്ക് തുപ്പനൊരു കിണ്ടി എങ്കിലും തരണം. ഹിന്ദിയിലാണ് തുപ്പുന്നത്. അന്തോണീസ് പുണ്യാളുടെ കൃപ കൊണ്ട് ഇന്ന് ആദ്യം കൈ തടഞ്ഞത് കിണ്ടിയാ. ഇതെനിക്ക് തന്നില്ലെങ്കിൽ ഈ മാസം പച്ചോടൂല്ലേ സാറേ. സ്റ്റൈലായിട്ടുണ്ട്. കല്യാണ സ്ഥലത്ത് വെച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ശിവകാമി തന്നെ. അല്ലെങ്കിൽ അതൊക്കെ പിന്നെ മതി. ദാ, ഇന്ന് രാത്രി കൊണ്ട് ഇത് കുറച്ചെങ്കിലും വായിച്ചു പഠിക്കണം. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ തമിഴ് പഠിക്കാനാ? അതിനൊരു വഴിയുണ്ട്. ഏത് വാക്ക് പറഞ്ഞാലും അവസാനം റേൻ ചേർത്താ പോതും. ഉദാഹരണത്തിന്, ഞാൻ സൊൽറേൻ, ഞാൻ കേക്കറേൻ, ഞാൻ പോറേൻ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? പഴഞ്ഞി. പഴഞ്ഞിയാ? പഴങ്ങഞ്ഞിൻ ചമ്മന്തി ഒന്നുമല്ല. മരുതമലൈ മാമണിയേ മുരുകയ്യ. കേട്ടിട്ടില്ലേ? പഴനിയാണ്ടവൻ. ഓഹോ, കുറച്ചു ദിവസത്തെ പാടല്ലേ ഉള്ളൂ. പിന്നെ ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്താണെന്ന് ചേച്ചിമാര് പറഞ്ഞു. എന്താ അത്? ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞ ഫസ്റ്റ് നൈറ്റ്. അതൊക്കെ നേരത്തെ കഴിഞ്ഞതല്ലേ. ഏതായാലും കല്യാണമൊക്കെ മംഗളമായി നടന്നു. ഞാൻ ഇനി ഈ വീട്ടിലുള്ളവരെ സോപ്പിട്ട് പോക്കറ്റിലാക്കണം. അമ്മയ്ക്കാണെങ്കിൽ എണ്ണയും ഭജനയും കുഴമ്പും ഒക്കെയാ പ്രധാനം. പിന്നെ വലിയ എണ്ണ. എല്ലാവരുടെയും പേര് നോട്ട് ചെയ്തു, അല്ലേ കൺഫ്യൂഷൻ ആവും. ശംഭോ മഹാദേവൻ, അമ്പലം, പൂജ, കുളി, ജപം, പിന്നെ ഗായത്രി. ഗായത്രി ചേച്ചി കണ്ടില്ലല്ലോ. ഗായത്രി ചേച്ചിയും കുഞ്ഞമ്മയൊന്നുമല്ല, അതൊരു മന്ത്രമാണ്. രണ്ടാമത്തെ അണ്ണൻ ലക്ഷ്മി നാരായണ അയ്യർ. സുഖശാപ്പാടും ഉറക്കവുമാണ് പ്രധാനം. മൂന്നാമത്തെ അണ്ണനെ കൊണ്ട് തൽക്കാലം ഒരു ശല്യമില്ല. ആളങ്ങ് അമേരിക്കല്ല, അവിടെ ഡോക്ടറാ. നാലാമത്തെ അണ്ണൻ ആളൊരു ചീങ്കണ്ണിയ, മുൻകോപി, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. എന്നാലും ഒരു ബലഹീനതയുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഒന്നുമല്ല. കർണാടക സംഗീതം. പെട്ടെന്ന് ചൂടായി വെട്ടാമെന്നാലും ഒരു ത്യാഗരാജ കീർത്തനം അങ്ങോട്ട് കാച്ചിയാൽ കത്തി താനെ താഴെ ഇടും. അതിന് താഴെ സീതാരാമയ്യ. കക്ഷിയും ഒരു സംഗീത പ്രേമിയാ. സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും ഉണ്ട് അല്പം സംഗീത പ്രേമം. പിന്നെ അനന്തൻ, അവനെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവൻ സ്ഥാനത്തും അസ്ഥാനത്തും മുറിയിൽ കയറി വന്നിരിക്കും. അവൻ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ അവൻ എന്റെ അണ്ണനാണെങ്കിലും ആള് പാഷാണത്തിൽ കൃമിയാണ്. ഗിരിജാവല്ലഭൻ, സീതാരാമൻ, ലക്ഷ്മി നാരായണൻ, എല്ലാ പേരും സ്ത്രീലിംഗത്തിലാണല്ലോ. ചുമ്മാതല്ല ഭാര്യമാര് പ്രസവിക്കാത്തത്. അത് കറക്റ്റ്. ഏതായാലും പാചകം, ഗൃഹഭരണം, ഇതിലൊന്നും ആർക്കും എന്നെ തോപ്പിക്കാൻ കഴിയില്ല. കുക്കിംഗ് ക്ലാസ്സിൽ എനിക്കായിരുന്നു ഫസ്റ്റ് റാങ്ക്. പാട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ വെസ്റ്റേണേ പഠിച്ചിട്ടുള്ളൂ. മതി, ധാരാളം മതി. വെസ്റ്റേണിന്റെ കൂടെ സ്വല്പ സരിഗമ കൂടെ ചേർത്ത് ഒരു കാറ്റ് കാച്ചിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ പാട്ടൊക്കെ നാളെ. ശിവകാമി ரொம்ப பிரமாதமா பாடினே சிவகாமி. ஆமா, സ്വരം ശുദ്ധമാ പാടിയാச்சு. அதுல எதுக்கு வெஸ்டர்ன் மிக்ஸ் செய்து பாடியே? ஆமா, ஒரு பள்ளிப்பாட்டு மாதிரி. என்ன சிவகாமி? അണ്ണനെ പോലെ പഠിപ്പില്ലാത്തവളാണോ ശിവകാമി? കോൺവെന്റിലൊക്കെ പഠിച്ച പൊണ്ണ്. അപ്പൊ കൊഞ്ചം വെസ്റ്റേൺ എല്ലാം വരും. എന്നാൽ ഇവിടെ ആർക്കും വെസ്റ്റേൺ ഇഷ്ടമല്ല. ശിവകാമിക്കും വെസ്റ്റേൺ ഇഷ്ടമല്ല. ഞങ്ങൾ തമ്മിൽ ഒരു പന്തായം വെച്ചു. വെസ്റ്റേണിൽ ക്ലാസിക്കൽ മിക്സ് ചെയ്ത് പാടാമോ എന്ന്. കർണാടകയിൽ വെസ്റ്റേൺ മിക്സ് ചെയ്ത സ്വർണത്തിൽ ഈയം ചേർത്ത മാതിരി ഇരിക്കും. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഇരുന്നാലും അവ ரொம்ப നന്നാ പാടിന. വാ വാ വാ, കോവിലേക്ക് പോവാൻ നേരം വച്ചു. വാ. നീ എന്ത് പണിയായി കാണിച്ചത്? ശാസ്ത്രീയ സംഗീതം പാടണമെന്ന് പറഞ്ഞിട്ട് പോപ്പ് മ്യൂസിക്കാ? എനിക്ക് വെസ്റ്റേണെ അറിയാവുന്ന ഞാൻ പറഞ്ഞതല്ലേ. എന്റെ അമ്മേ, എല്ലാരും കൂടെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിന്റെ കച്ചേരി കേട്ട് അന്തം വിട്ടത്. തിരിച്ചോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ പോപ്പും റാപ്പും മഠത്തിന്റെ പടിക്കകത്ത് കയറ്റിയേക്കരുത്. അല്ലേലും പോപ്പ് വത്തിക്കാൻ നിന്ന് മഠത്തിലേക്കൊന്നും വരാൻ പോണില്ല. ഇത് കോമഡി അല്ല, വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവളുടെ ഒരു ഹ്യൂമർ സെൻസ് ബാക്കിയുള്ളതിന്റെ ഉള്ളിൽ തീയ. വെങ്കായ സാമ്പാർ ரொம்ப പ്രമാദമായിരിക്കും. അതോടെ എനിക്ക് വത്തക്കുളമ്പ് ரொம்ப പിടിച്ചത്. ഗിരിജാ, ഇതെല്ലാം ഉണ്ടാക്കിയത് യാർ தெரியுமா? നമ്മ ശിവകാമി. ആഹാ, ശിവകാമിയുടെ അമ്മ ആവുടെ അമ്മാൾ നല്ല പാചകക്കാരിയാ. അന്ത കൈപ്പുണ്യം എന്താ ഇവക്ക് കിടച്ചത്? ആവിവിടെ അമ്മാളാ? മടയാ, ആവിവിടെ ഇല്ലടാ. ശിവകാമിയുടെ അമ്മ ആവുടെ അമ്മാൾ. പാവം എരന്ത് പോച്ച്. പുളിശ്ശേരിക്ക് കൊഞ്ചം പുളി ജാസ്തി. ஏண்டா புளிச்சேரி பின்ன புளிக்காம ஸ்வீட்டாவா இருக்கும்? பேசாம சாப்பிடுறா. சிவகாமி இங்க வந்தது மகாபாகியம். இனி என்னும் நீ சமைச்சா போதும். குழையோ
ശിവകാമി, എന്നാ നിനക്കൊരു ഫോൺ കോൾ. ആരാ? ഏതൊരു ഫാദർ ഇഗ്നേഷ്യസ്. മിസ്സിസ് കല്യാണകൃഷ്ണൻ ഉണ്ടോന്ന് ചോദിച്ചു. ചെല്ല് അർജന്റ്. മിസ്സിസ് കല്യാണകൃഷ്ണൻ ഉണ്ടോന്ന് ചോദിച്ചു. ചെല്ല് അർജന്റ് ആണെന്ന് തോന്നുന്നു. എന്നാടാ മുഖത്തൊരു ഭാവമാറ്റം? അല്ല, ഫാദറിന്റെ ചെക്ക് ബുക്കും പാസ്ബുക്കും എന്റെ കയ്യിലിരിക്കുക, ഞാനത് കൊടുക്കാൻ മറന്നു. ഇവളല്ലേ അത് എടുത്ത് കൊടുക്കേണ്ടത്? അണ്ണൻ തന്നെ പറ, ശരിയല്ലേ? എല്ലാ ഭാര്യമാരും ഒരുപോലെ, വന്നു കയറിയതും ഇവിടെ ഉള്ളതും ഒക്കെ ഒരുപോലെ. ആ ചെല്ല് ചെല്ല്. ഹലോ, ഞാനാ. മേരി നിർമ്മലെ, അമേരിക്കയിൽ നിന്ന് മാത്തച്ഛൻ ഇപ്പൊ വിളിച്ചിരുന്നു. വിവരങ്ങളെല്ലാം നിന്റെ ഡാഡി അറിഞ്ഞിരിക്കുന്നു. എന്താ? ഡാഡി എല്ലാം അറിഞ്ഞു. അയ്യോ, ഹലോ, ഇത് ഞാനാ, കല്യാണകൃഷ്ണൻ. ഗുഡ് മോർണിംഗ്. ഐ ആം ഫാദർ ഇഗ്നീഷ്യസ്. ഇന്നസെന്റാ? ഞാൻ ഫാദർ ഇഗ്നീഷ്യസ്. നിർമ്മലയുടെ അപ്പൻ മാത്തച്ഛൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഫാദർ? താൻ എന്ത് വെട്ടിത്തരമാണോ ഈ പറയുന്നത്? ഞങ്ങളെ സഹായിക്കണം പ്ലീസ് ഫാദർ. ഞാൻ ആലോചിച്ചിട്ട് ആകപ്പാടെ ഒരു വഴിയേ കാണുന്നുള്ളൂ. എന്ത് വഴി? അത് ഞാൻ എങ്ങനെ പറയാനാ? അച്ഛന് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയാം. ഹലോ, സാമിയല്ലേ? സാമി, മാത്തച്ഛൻ മുതലാളിനെ ഒതുക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. സാമി ജ്ഞാനസാനപ്പെടണം. ഞാനപ്പാനെയോ? പാനി കലൊന്നല്ല, സാമി മതം മാറി കർത്താവിന്റെ കുഞ്ഞാടാവണം. പറയാം, അതിനുമുമ്പ് കുറച്ച് വെള്ളം കുടിക്കാം. ഹലോ ഹലോ, എന്താ ചേച്ചമ്മേ? ശബ്ദം കേൾക്കുന്നില്ല അച്ചോ. ആ ഫോൺ ഇതാ. എന്താണ് എന്നിട്ട് ഒളിഞ്ഞു നോക്കണത്? അകത്തോട്ട് വാ. കഴിഞ്ഞ ദിവസം തന്നെ 2 ലക്ഷം രൂപ ഡ്രോ ചെയ്തോണ്ട് പോയല്ലോ. ഡ്രോ ചെയ്ത് കൊണ്ടുപോയെന്നോ? താൻ എന്തായി പറയുന്നേ? മതം മാറുന്ന കാര്യം പറയുമ്പോ മണി മാറുന്ന കാര്യം പറയുന്നു. അതെ ഫാദർ, ഇയർ എൻഡിങ് കഴിയാതെ ഓവർ ഡ്രാഫ്റ്റിന്റെ കാര്യമൊന്നും എന്നോട് പറയണ്ട. നോ നോ നോ, പ്ലീസ് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ആ, NRI അക്കൗണ്ടിൽ നിന്നും 2,50,000 രൂപ ഞാൻ SB അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലേ? ഒരു രക്ഷയുമില്ല. ഞാൻ കൺവെർട്ട് ചെയ്യുന്ന കാര്യമാ പറയുന്നത്. അതെ, ഞാനും കൺവെർട്ട് ചെയ്യുന്ന കാര്യം തന്നെ പറയുന്നത്. ഇത്രയും ഡോളർ കൺവെർട്ട് ചെയ്യാൻ റിസർവ് ബാങ്കിന്റെ പെർമിഷൻ വേണമെന്ന് ഫാദർ അറിഞ്ഞൂടെ? തനിക്കെന്താ തലയ്ക്ക് വട്ട് പിടിച്ചോ? എന്തായാലും എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. അതെല്ലാം നമുക്ക് ബാങ്കിൽ വരുമ്പോ നേരിട്ട് സംസാരിക്കാം. ഓക്കെ? ആരാ ഈ ഫാദർ ഇഗ്നേഷ്യസ്? അത് സെന്റ് മേരീസ് പള്ളിയിലെ. ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരു ഫാദറാ. അപ്പൊ സെന്റ് മേരീസ് പള്ളിയിലെ സെന്റ് മേരീസ് പള്ളിയിലെ വികാരിയച്ഛനാ. എപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? അതിനിപ്പോ എന്നോട്. ഓ, അത് ശരിയാണല്ലോ. അണ്ണനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നീ വന്നേ. മാത്തച്ഛൻ മുതലാളി അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യം കൊല്ലുന്നത് തന്നെയായിരിക്കും. ഞാനും കൂടെ അറിഞ്ഞോണ്ടാ ഇതൊക്കെ ചെയ്തിരിക്കണെന്നല്ലേ മുതലാളി കരുതൂ. നിർമ്മലമോള് കെട്ടിയത് ഒരു ക്രിസ്ത്യാനി ചക്കനെ ആയിരുന്നെങ്കിൽ മുതലാളി വരുമ്പോ പറഞ്ഞു നിൽക്കായിരുന്നു. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും കല്യാണ കൃഷ്ണസ്വാമിയെ അനാവളം തെളിച്ച് ഒരു ക്രിസ്ത്യാനി ആക്കി തരണം. ഇതൊക്കെ അങ്ങനെ ഓരോരുത്തരെയും നിർബന്ധിച്ച് ചെയ്യിക്കാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കാച്ചോ. നിർമ്മല കുഞ്ഞെന്ന് പറഞ്ഞ ആ പട്ടണ ചക്കന് ജീവന. സ്വാമിയെ കർത്താവിന്റെ കുഞ്ഞാടാക്കുന്ന കാര്യം ഞാൻ ഏറ്റച്ചോ. ഇവിടെ ആരുമില്ലേ? ചേട്ടത്തി എങ്ങനെ വീട് കണ്ടുപിടിച്ചു? മോളെ മേരി നിർമ്മലേ, നീ എന്താ ഈ കാണിച്ചത്? കോലിട്ടതാ. കോലിട്ട് എന്റെ മോളെ കോലം കെട്ടല്ലോ. ചേട്ടൻ ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? നിന്റെ അമ്മച്ചി മരിക്കുമ്പോ നിനക്ക് 2 വയസ്സാ. നിന്റെ അപ്പച്ചൻ ചരിത്രം മുഴുവൻ വിളിച്ചു പോയി ആളെ കൂട്ടണ്ട. ആരെങ്കിലും കണ്ടാ തീർന്നു. മോളിലെ അപ്പൻ അമേരിക്കയിലേക്ക് പോകുമ്പോ നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാ നിന്നെ ഞാൻ വളർത്തിയത്. ആ, എന്നെയാണ് നീ സങ്കടപ്പെടുത്തിയത്. വേളാങ്കണ്ണി മാതാവേ, ഞാൻ ഇനി എന്നാ ചെയ്യാനാ? ഇതേതാ? ഞാൻ പറയാറില്ലേ, ചേട്ടൻ ചേട്ടത്തി. നീയാണോടാ കല്യാണ കൃഷ്ണസ്വാമി? ദേ, നിങ്ങൾ രണ്ടാളും കൂടി എന്റെ തലയ്ക്ക് വില പറയിക്കില്ല. മാത്തച്ഛ മുതലാളി വന്നാൽ എന്നെ കൊല്ലും നിർമ്മലേ. അയ്യോ, നിർമ്മലല്ല, ശിവകാമി. അതെന്തോന്നു കാമി? എന്റെ ഈശോയെ, അപ്പൊ എന്റെ മോളെ മതം മാറ്റി നിങ്ങളുടെ ജാതിയാക്കിയില്ലേ? വിളിച്ചു പോകണ്ട, അതൊക്കെ പിന്നെ പറയാം. നിർമ്മല ക്രിസ്ത്യാനിയാണെന്ന് മഠത്തിൽ ആർക്കും അറിയില്ല. ക്രിസ്ത്യാനി ആയിട്ടല്ലേ അവൾ ഇത്രയും നാള് മഠത്തിൽ നിന്ന് പഠിച്ചത്? മഠത്തിൽ നിന്നും മഠത്തിലേക്ക് തന്നെയാണ് ചേട്ടത്തി അവള് വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ പോലെ നിങ്ങൾക്ക് മടമോ? എന്നാ ഞാൻ ഇവിടുത്തെ കന്യാസികളെ ഒന്ന് കാണും. അയ്യോ, ചതിക്കരുത്. എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സഹായിക്കാൻ. ഇഗ്നേഷ് അച്ഛനും ഞാനും കൂടി നിങ്ങളെ എങ്ങനെ രക്ഷിക്കാമെന്ന് തല പൊവിഞ്ഞ് ആലോചിച്ചൊരു വഴി കണ്ടെത്തി. എന്ത് വഴി? കർത്താവിന്റെ വഴി. സ്വാമി ജ്ഞാനസ്ഥാനപ്പെട്ട് നല്ല ഇടയന്റെ കുഞ്ഞാടാവും. മതം മാറാം. അതെ, മോൻ എന്റെ കൂടെ വാ. നമുക്ക് പള്ളിയിലോട്ട് ചെന്ന് അച്ഛനെ കണ്ട്
കനാവളം തെളിച്ച് കല്യാണകൃഷ്ണയ്യരെന്നൊക്കെ മാറ്റി വല്ല വക്കച്ചനെന്നോ കുഞ്ഞുമറിയതെന്നോ വാറപ്പനെന്നോ എന്ന് നല്ല വല്ല പേരിട്ട് കുരിശിന്റെ വഴിയെ പോകാ. അയ്യോ പള്ളിപ്പാട്ട് പാടല്ലേ. കുരിശിന്റെ വഴിയെ തന്നെയാണ് ചേട്ടത്തി ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. വാറപ്പൻ എന്റെ മോന്റെ പേരാ. സ്വാമിക്കും ആ പേര് മതി. വാറപ്പനല്ല കീറപ്പൻ. എടി ഇവരെ പറഞ്ഞു വിടുന്നുണ്ടോ? അവരെല്ലാരും കൂടെ അമ്പലത്തിൽ നിന്ന് വരാൻ സമയമായി. ചേട്ടത്തി പൊയ്ക്കോ, ഞങ്ങൾ വന്നേക്കാം. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് തീരുമാനിക്കാം. കുറച്ച് രൂപയുണ്ട്, വഴിച്ചെലവിനിരിക്കട്ടെ. നിന്റെ നക്കാപ്പിച്ച കാശനല്ലടേ ഞാൻ വന്നത്. എനിക്ക് ചെലവിന് മാത്തച്ഛ മൊലാളി ഡോണർ അയക്കും. ഓ ശരി ശരി ശരി. മതം മാറുന്ന കാര്യം 2 ആഴ്ചക്കുള്ള തീരുമാനിക്കാം. 2 ആഴ്ചയോ? ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ നല്ല ഇനമാ. ഇവർക്കുള്ള പെട്ട് ഞാൻ തന്നെ തീർക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. ആരാടാ അത്? ആർക്കറിയാം. സെന്റ് ജോർജ് പള്ളിയിൽ തിരക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ആ പള്ളിയിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിന്? അവർക്ക് അവരുടെ വഴി അറിയാം. നീ നിന്റെ വഴി നോക്ക്. ചട്ടച്ചെടുത്തി ചട്ടച്ചെടുത്തി. ചട്ട ചേർത്തിയോ? എവിടെയാണ്ടാ എനിക്ക് ചട്ട്? അയ്യോ ചട്ടേ മുണ്ട് കൊടുത്ത ചേർത്തി എന്ന് പറഞ്ഞതാ. കാലിന് ചട്ടേണ്ടെന്നല്ല പറഞ്ഞത്. എനിക്ക് ചട്ടില്ലടെ പറ്റി. അതെന്താ ചട്ടുണ്ടെന്നല്ല പറഞ്ഞത്. അതെന്താ ഓടിക്കോ. നീ കാശ് കൊടുക്കാനുള്ള ബാലുശ്ശേരി ബഷീർ നിന്നെ കാണാൻ വരുന്നത്. അവിടെ ഈ നമ്മളെ കണ്ട് ഓടി കളിക്കാൻ നോക്കല്ലേ. അല്ല ഉമ്മ വയ്യത്തായി ബാപ്പ വയ്യത്തായി എന്നൊക്കെ പറഞ്ഞ് കൊറേ നമ്മളെ പറ്റിക്കാൻ നോക്കുക. എല്ലാ വിവരവും അറിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. എന്റെ പൊന്ന് ബഷീരിക്ക, അടുത്ത ഞാൻ എങ്ങനെയെങ്കിലും കാശെത്തിക്കാം. 5 ആഴ്ച ഞാൻ കൊറേ കേട്ടതല്ലേ. ഇനിയും കാശ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മടത്തി കയറി കുത്തിരിക്കാൻ പോവാ. അയ്യോ ചതിക്കല്ലേ. അന്യമതക്കാരെ ഇവന്റെ മടത്തി കയറ്റുകയേയില്ല. അത് കൊള്ളാം. അന്യജാതിക്കാരെ പൈസ വാങ്ങി വളർത്താം. അന്യജാതിക്കാരെ മടത്തി കയറ്റൂല. കൊല്ലും നായിന്റെ മോൻ മടത്തിലുള്ള എല്ലാരും അറിയട്ടാ. എന്നാലല്ലേ പൈസ ഇട്ടുള്ളൂ. മണിയാ നല്ല പേര് മാറ്റം. ബഷീറടാ. എന്താ ബഷീറിന്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം. എടാ നിങ്ങൾ ഇങ്ങോട്ട് വരി. നിങ്ങളെ പൈസ കാര്യം ഞാൻ ഏറ്റു. വേണ്ട എന്റെ ഒത്താശ വേണ്ട. ഇയും കുറെ ആയി വില കൂടെ നിന്നിട്ട് പറ്റിക്കുന്നു കേട്ടോ. അയ്യോ ഇപ്രാവശ്യം അങ്ങനെയല്ല. നിങ്ങൾക്ക് പൈസ അല്ലേ വേണ്ടത്. അത് ഞാൻ ശരിയാക്കി തരാം. അതെന്താ നീ പൊയ്ക്കോ. ധൈര്യമായിട്ട് പൊയ്ക്കോ. പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാം. നീ എന്താ ഒന്നും കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നത്? ഈ തൈര് സാധവും സാമ്പാർ സാധവും കഴിച്ച് ഞാൻ മടുത്തു. എന്റെ ജന്മം താഴെ പോകും. നീ ഇവിടെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ പോയാൽ ക്ഷീണിച്ച് വല്ലാതാവും. ഇനി ലീവ് തീരാൻ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവിടെ ചെന്നാ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും വാങ്ങി കഴിക്കാമല്ലോ. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇത്തിരി മീൻ ചാറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മീനും മീൻ ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറ്റിയിട്ട് വേണ്ടേ മീൻ ചാറുണ്ടാക്കാൻ? എന്നാ ഞാനൊരു കാര്യം പറയും. നാളെ എനിക്കൊന്ന് പള്ളിയിൽ പോയാൽ കൊള്ളാന്നുണ്ട്. അയ്യോ താനിത് കുളമാക്കുമെന്നാ തോന്നുന്നു. നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് നേർന്നതാ. നേർച്ച കടമെന്ന് പറഞ്ഞ വലിയ പാപാ. പള്ളി പോണ വഴിക്ക് നമുക്ക് ഹോട്ടലിൽ കയറി വല്ല ബീഫ് ഫ്രൈയോ ഫിഷോ വാങ്ങി കഴിക്കുകയും ചെയ്യാം. നേർച്ചക്കടത്തിന്റെ പേരും പറഞ്ഞ് ഹോട്ടലിൽ കയറി ബീഫ് ഫ്രൈ വാങ്ങി തട്ടാനുള്ള പ്ലാനാണല്ലേ? മഠത്തിൽ ആരെങ്കിലും അറിഞ്ഞാ അന്ന് ഊരേണ്ടി വരും ഈ പൂനൂല്. അവിടെ പോയി കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. മഠത്തിലേക്കോ? ആരും കാണാതെ ഞാൻ കഴിച്ചോളാം. അതൊന്നും ഇപ്പൊ വേണ്ട. എനിക്ക് മീൻ കറി നിർബന്ധ. മീനൊന്ന് ഉറക്ക വിളിച്ച് പറയാതെ ആരെങ്കിലും കേൾക്കും. കേക്കട്ടെ. മീൻ മീൻ മീൻ. എന്നടാ കല്യാണം ഇഷ്ട? മീൻ? ആ മീൻ. മീൻ എന്ന് പറഞ്ഞ മത്സ്യം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, അങ്ങനെ 10 അവതാരങ്ങളുള്ളത്. എന്നടാ 10 അവതാര പേര് കൂടി ബ്രാഹ്മണ പൊണ്ണുക്ക് തിരിയാതാ? ചുമ്മാ ഒരു കോമഡി തന്നെ. അവസാനത്തെ അവതാരം ഇവളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവക്ക് ദേഷ്യം വന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് 10 അവതാരത്തിലെത്തി. അവസാനത്തെ അവതാരമേ കലക്കി. ബഷീർക്ക് പറഞ്ഞു വിട്ടോ? ഓ പറഞ്ഞു വിട്ടു. സന്തോഷമായി, രക്ഷപ്പെട്ടു. പക്ഷെ അയാൾ പോണ ലക്ഷണമില്ല. പണവും കൊണ്ട് അയാൾ പോകും. എന്നിട്ട് അയാൾ എന്തേ? പണം കിട്ടുന്നവരെ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അയാൾ വഴങ്ങിയില്ല. ഒടുവിൽ ഈ മഠത്തിൽ തന്നെ അയാളെ താമസിപ്പിക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു. ഇതിനകത്തോ? പേടിക്കണ്ട. ബുദ്ധിയുള്ളവൻ ഏത് അപകടഘട്ടവും തരണം ചെയ്യാം. സ്വാമിജി പണം കിട്ടാനല്ലേ സ്വാമിയല്ല എന്ത് കോലം കെട്ടാനും നമ്മൾ തയ്യാറാ. മണിയാ ഇത് ചതിയായിപ്പോയി. നാവിടുത്തെ മറ്റേ ഭാഷയല്ലേ പറയൂ. അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. സ്വാമി ഇനി വാ തുറക്കില്ല. സ്വാമി മൗനവ്രതത്തിലാണെന്ന് ഒരു കാച്ചങ്ങ് കാച്ചാം. സ്വാമി മൗനി ബാബ. ആരാണ് ഇത്? സ്വാമികൾ. സ്വാമി ദന്തഗോപുരാനന്ദ മൗനി ബാബ. ചിരി കണ്ടപ്പോഴേ മനസ്സിലായി പേര് ദന്തഗോപുരാനന്ദ സ്വാമികളെന്ന് തന്നെ ആയിരിക്കും. അകത്തേക്ക് വന്നാട്ടെ. ആരാ മനസ്സിലായില്ല? അയ്യോ ഒന്നും ചോദിക്കല്ലേ.
സ്വാമി മൗനവ്രതത്തിലാ. ബാലുശ്ശേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാ. കാശി രാമേശ്വരം ഇടുക്കി പൊന്മുടി കച്ചേരിപ്പടിയൊക്കെ കറങ്ങി വന്നിരിക്കുക. ഉത്തരേന്ത്യയിൽ സൂര്യസ്വാമി എന്നാ അറിയപ്പെടുന്നേ. സ്വാമിജി ദക്ഷിണ ഡോളറായ സ്വീകരിക്കൂ. ഈ വീട്ടിൽ സന്തതികളില്ലാന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഹിമാലയ സാനുക്കളിൽ നിന്നും ലഭിക്കുന്ന അപൂർവ ഔഷധങ്ങൾ സ്വാമിജിയുടെ പക്കലുണ്ട്. സ്വാമിജി അകത്തേക്ക് ആനയിച്ചാലും വേണ്ട 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 വേണ്ട, സ്വാമിജി ഉള്ളിൽ കേറ്റ വേണ്ട. സ്വാമിജി മുകളിൽ താമസിച്ചാ മതി. എവിടെ ചെന്നാലും സ്വാമിജിക്ക് മുകളിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ മുറിയിലാകാമല്ലോ. ഇങ്ങോട്ട് വന്ന സ്വാമിയേ, മഠത്തിലേക്ക് ഒരു സ്വാമിജി വന്ന് കയറുന്നത് നല്ലതാക്കും. ആമാ ரொம்ப നല്ലതാക്കും. നിൽക്കട്ടെ, ഇതെന്താണ്? കിച്ചടി. ഇതോ അവിയല്. ഇതെന്താണ്? അച്ചാറ്. പിന്നെ ഇതെന്താണ്? ചപ്പും ചവറൊക്കെ. അത് തോരൻ. അത് കോരനോ? തോരനല്ല, ചീരത്തോരൻ. ആ അല്ല, ഇതെന്താണ്? സാമ്പാർ. ആ, ഞമ്മക്ക് ഈ കുമ്പളങ്ങും വെള്ളരിക്കും തിന്നിട്ട് ഇവിടെ കിടക്കാൻ പറ്റൂല. ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ. ഇത് ബ്രാഹ്മണ മഠമാ. എന്ത് മടായാലും ശരി, ഞമ്മക്ക് നമ്മളെ ശീലം മാറ്റാൻ പറ്റൂല. നമുക്ക് കോഴി ബിരിയാണി തന്നെ വേണം. ഞമ്മക്ക് കിടന്ന് തൊള്ള തുറക്കല്ലേ. ഷൺമുഖ മുരുക വടിവേല ஏண்டா என்னடா அங்க ஒரு சத்தம் கேட்டது? സ്വാമിജി ഭക്ഷണത്തിന് മുമ്പ് മൗനം ഭഞ്ജിച്ച് ചില ശ്ലോകങ്ങൾ ചൊല്ലും, എന്നിട്ടേ ഭക്ഷണം കഴിക്കൂ. என்னமோ இடையில ഞമ്മക്കാ ഞമ്മക്കാന്ന് சொன்னாரே, என்ன அது? മാമി, ഈ കുടുംബത്തിൽ സന്തതികൾ ഉണ്ടാകാൻ സ്വാമി സന്താന ഗോപാല ലേഖ്യം തയ്യാറാക്കാൻ പോകുന്നു. അതിന് ഒരു മരുന്ന് കൂടി വേണം, ഞമ്മക്ക. ആ കാ ഹിമാലയത്തിലേക്ക് ഇട്ടു. ആ കാര്യം പറഞ്ഞതാ. முருகா, ஆ ഞമ്മക്കാ കൂടി നമ്മുടെ சாமிக்கு கிடைக்கணும். இந்த வீட்ல நிறைய குழந்தைகள் பிறக்கணும் சாமி, അതാണ് എന്റെ ആശ. ഈ വയസ്സുകാലത്ത് ഞമ്മക്കല്ല തടിയങ്ക ശാപ്പിട്ടാലും ഞങ്ങൾക്ക് കുളന്തേ പറക്കാതെ. അമ്മ പോയി തൂങ്ങിയാട്ടെ, സ്വാമി ശാപ്പിട്ടും. அனந்தா, சாமிக்கு என்ன வேணுமோ அடுத்திருந்து கவனிச்சுக்கோ. ஒரு குறையும் வரப்படாது. முருகா, ஷண்முகா, நாராயணா, வடிவேலா. നാശം, വാ തുറക്കുന്നത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടല് കരിഞ്ഞു മണക്കണ്. അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണെങ്കിലും. ഈ രാത്രി ഞാൻ എവിടെ പോയി കോഴിയെ പിടിക്കാനാ? സ്വാമിജി, ഇപ്പൊ ഇത് കൊഞ്ചം കൊഞ്ചമാ ചാപ്പിട്. നേരം വെളുത്തിട്ട് ഞാൻ കോഴി ബിരിയാണി മേടിച്ചു തരാം. കടവുളേ, കയ്യിൽ കാശുമില്ലല്ലോ. അണ്ണാ, ആ കല്യാണകൃഷ്ണന്റെ മുറി ഒന്ന് അരിച്ചു പറക്ക്. അത് ശരിയാ, അറിഞ്ഞുകൊണ്ട് അവൻ കാരണം തരില്ല. നാളെ എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോ റൂമിൽ കയറി ഒന്ന് തപ്പാം. പോക്കറ്റുമില്ലേ? ധർമ്മക്കാരെക്കാൾ കഷ്ടമാണടാ നിന്റെ സ്ഥിതി. சிவகாமியோட பேச்சில் இந்த கொந்த எப்படி வந்தாச்சு? തന്തേ, தந்த வேற கொந்த வேற, இது கொந்தா. ഇത് കൊന്തയല്ല, മുത്തുമാല, പൈത്യക്കാരൻ. முத்துமாலை கொந்தைங்க எனக்கு நல்லா தெரியும். நீ என்ன ஏமாத்த வேண்டாம். നീ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കാതെ. இந்த குறிச்சி மாலை எப்படி வந்தாச்சு சிவகாமியோட பேச்சில? എനിക്ക് தெரியாது. உனக்கு தெரியாதா? தெரியாது. ஆனா எனக்கு தெரியும். அம்மா, ഞാനെല്ലാം പറയാം. அம்மா, அருந்தனா. ஓடி வாங்கோ. அண்ணா, அருந்தனா. எல்லாரும் ஓடி வாங்கோ. கிடைச்சாச்சு. அண்ணா, அம்மா. என்னடா, என்ன? அது என்னாச்சு? ஐயோ, என்னாச்சு? அம்மா, ஓடி வா. எல்லாரும் நோக்கு, நோக்கு, இது நோக்கு. இந்தம்மா, நோக்கம்மா. என்னடா இந்த இது கிறிஸ்டியானிகள் பிரார்த்திக்கின்ற கொந்த இல்லவா? இது எப்படி இங்கே வந்தது? சிவகாமியோட பேசி கிடைச்சதா? ശിവകാമിയുടെ പേഴ്സ് പരിശോധിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ചുമ്മാ വരട്ടാതെ. പേഴ്സ് പരിശോധിച്ചത് കൊണ്ടല്ലേ കുരിശുകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയത്. இந்த കൊന്തയും ശിവകാമിയും തമ്മിൽ എന്താ ബന്ധം?
ഒരു ബന്ധവുമില്ല. അന്നൊരു ദിവസം ചട്ടയും മുണ്ടും പോട്ട് ഒരു ക്രിസ്ത്യാനി പൊമ്പള പള്ളിയിലേക്കുള്ള വഴി ചോദിച്ച് ഇങ്ങ വന്നത് അനന്തേട്ടൻ കണ്ടതല്ലേ? കണ്ടു. ആ ചേട്ടത്തിയും ഈ കൊന്തയും തമ്മിൽ എന്താ ബന്ധം പറ. പറയാം ഞാൻ പറയാം. ഞാൻ പറയാം. അവരെ നീ മാല താഴെ വീണ് ശിവകാമി എടുത്തു വെച്ചു. അതിന് നീ ഇത്ര വെള്ളം വെക്കേണ്ട ആവശ്യമുണ്ടോ? മഹാപാപം എന്നടി നീ കാണിച്ചത്. ഇത് ശീഘ്രം കോമ്പൗണ്ടിക്ക് വെളിയിൽ കൊണ്ട് കളാ. இந்த மடத்திலே ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇருக்கு. അന്യ മതക്കാരെയോ അവരുപയോഗിച്ച സാധനങ്ങളോ മടത്തുക്കുള്ളേ കേറ്റാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ ശിവകാമി? மன்னிக்கணும் தெரியாம செஞ்சு போச்சு. இனி அப்படி ஒண்ணும் செய்ய மாட்டேன். சிவகாமி தெரியாம செய்ததாகும். அவளை மன்னிச்சிருங்கோ. சரி சரி, இதே என்கிட்ட குடுத்துரு. இதை யாரும் இனிமே எடுக்க வேண்டாம். நான் அப்படியே கொண்டு போய் குளத்துல போடுறேன். சிவ சிவா சிவ சிவா நகர்றா ஏறுறா. கொஞ்சம் தானே ஏறினது. கீழே இறங்குடா. போட்டே. നാരായണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ കൃഷ്ണ. നീ എന്ത് ബുദ്ധിയില്ലായ്മയായി കാണിച്ചത്? പേഴ്സിനകത്താണോ കൊന്തയും കുറിച്ച് കൊണ്ടു നടക്കുന്നത്? എന്നാ പിന്നെ ഒരു പള്ളിയും കൂടെ പോയിക്കൊണ്ട് വരായിരുന്നില്ലേ? ജനിച്ച നാൾ മുതലുള്ള വിശ്വാസമല്ലേ, എങ്ങനെ അതൊക്കെ മാറ്റാൻ കഴിയാ? മാറ്റാനും മറിക്കാനും ഒന്നുമല്ല, ഇനിയെങ്കിലും ബുദ്ധിമോശം കാണിക്കരുതെന്നാ പറഞ്ഞത്. അപകടമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടില്ലേ? ഒക്കെ മാതാവിന്റെ കാരുണ്യ. ഉള്ളൊരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാറ്. ആ, ഞാൻ പള്ളി പോയിട്ട് വരാം. അപ്പോഴേക്കും ഇതിൽ എഴുതിയിരിക്കുന്ന ഒക്കെ പാക്ക് ചെയ്ത് വാങ്ങിക്കണം. മട്ടൺ ഫ്രൈ, അര ചില്ലി ചിക്കൻ. എന്നാ പിന്നെ പോർക്കും കൂടെ എഴുതാൻ എന്ത്? അത് നാളെ. ആരെങ്കിലും കണ്ടാൽ എന്ത് ചെയ്യും? വീട്ടിന് പ്രോമിസ് ചെയ്തതല്ലേ, പ്ലീസ്. ഹോട്ടലെത്തി വാങ്ങിച്ചോ. ശുദ്ധ ബ്രാഹ്മണനെ കൊണ്ട് തന്നെ നിനക്ക് ഇതൊക്കെ വാങ്ങിപ്പിക്കണോ? ആ പോ, ചിക്കനോ മട്ടണോ എന്ത് വേണമെങ്കിലും വാങ്ങി ഞാൻ ഇവിടെ നിൽക്കാം. നീ പള്ളി പോയിട്ട് വാ. ആരും കാണല്ലേ മുരുക. ഇങ്ങനെ പേടിച്ചാലോ? കർത്താവിന്റെ കൃപ കൊണ്ട് ആരും കാണില്ല. ഇന്നെങ്കിലും വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാലോ. ഒരു മട്ടൺ ഫ്രൈ, അര ചില്ലി ചിക്കൻ. ഒരു മട്ടൺ ഫ്രൈ, ഹാഫ് ചില്ലി ചിക്കൻ പാഴ്സൽ. മാവിലല്ലേ ഇത്? ചിക്കൻ ബിരിയാണി ഉണ്ടോ? ഒരു ചിക്കൻ ബിരിയാണി. തീർന്നല്ലോ. തീർന്ന്. വേറെ കിട്ടും? ആ പള്ളിയുടെ മുമ്പിലുള്ള കടയിൽ കിട്ടും. അത് നമ്മുടെ കട തന്നെയാ. സാറേ, പാഴ്സൽ വേണ്ട നിങ്ങൾക്ക്? എടുത്തു പോയി തിന്നാനുള്ള യോഗം ഉണ്ടെന്ന് ആദ്യം നോക്കട്ടെ. ഒന്ന് വേഗം വിട്ടെ. അതിനേക്കാൾ വലിയ ഓട്ടത്തിലാണ് ഞാൻ. ഒന്ന് സഹായിക്കണം. കാശ് എത്ര വേണമെങ്കിലും തരാം. 1 കിലോമീറ്ററേ ഉള്ളൂ. പ്ലീസ് കഴിക്കൂ. ആ വടക്കേ റോഡ് വഴി വിട്ടോ. വെച്ചോ. അതോട്ട് വെക്കൂ, അല്ലെങ്കിൽ മുകളിലോട്ട് വെക്കൂ. സാരി മറിക്കൂ. அம்மா சம்பு அண்ணா வாங்கோ, எல்லாரும் வாங்கோ. அம்மா அண்ணா எல்லாரும் வாங்கோ, இங்க வா. அம்மா எல்லாரும் வா. லட்சுமி அண்ணா, ஐயோ அம்மா சிவகாமி பள்ளியில. ഓ, നീ ഇവിടെ ഇരിപ്പുണ്ടോ? പറയടാ, ശിവകാമി എതുക്ക് പള്ളി പോയി? പള്ളിയിൽ ഒറ്റ അടി എന്നാ പല്ല് 32 താഴെ കിടക്കും. അവൾ നീ വീട്ടിൽ നിന്ന് എങ്കേയും പോകവേ ഇല്ല. അപ്പടിയാ? എന്നാ വിളി, ശിവകാമിയെ വിളിയടാ. ശിവകാമി എന്താ?
പാരടാ, കണ്ണു തുറന്ന് പാര്. ശിവകാമി ഇവൻ പള്ളി വെച്ച് കണ്ടെന്നു. ശിവ ശിവ, ബ്രാഹ്മണ പൊണ്ണ് പള്ളിക്കുള്ളയാ? ആമാ, പള്ളിക്കുള്ളി തന്നെ. പക്ഷെ ഈ സാരിയല്ല. ഇതിലെന്തോ കളിയുണ്ട്. അന്ന് കുരിശുമാല കിട്ടി, ഇന്ന് പള്ളി കണ്ടു. ഈ കള്ളക്കളി ഞാൻ പൊളിക്കും. വെറുതെ കിടന്ന് ബഹളം വെച്ച് ആളെ കൂട്ടണ്ട. സത്യം ഞാൻ പറയാം. അനന്തേട്ടൻ എന്നെ പോലെ ഒരു കുട്ടിയെ കണ്ടിരിക്കാം, പക്ഷെ അത് ഞാനല്ല. എന്നോട് അക്ക വിമല വാക്കോ അത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ക്രിസ്ത്യാനി ചെക്കനുമായി പ്രേമിച്ച് വീട് വിട്ടുപോയ എന്നോട് ചേച്ചി വിമലാമ്പാൾ. അവള് വീട് വിട്ടുപോയ വാർത്ത കേട്ടാ എങ്ക അപ്പ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. വിമലക്ക് പടിയടിച്ച് പെണ്ണും വെച്ചു. എന്നിട്ട് ഇക്കാര്യം ഇതുവരെ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. സ്വന്തം പല്ലുകുത്തി ആരെങ്കിലും മണപ്പിക്കോ? പടിയടിച്ച് പെണ്ണും വെച്ചവരെ കുറിച്ച് അന്തസ്സുള്ള ഏതെങ്കിലും മടക്കാരി ചൊല്ലുവോ? അവളെന്തിന് ഇവിടെ വന്നു? എന്റെ വിവാഹം കഴിഞ്ഞതറിഞ്ഞ് എന്നെ കാണാൻ വന്നതാ. എന്നിട്ട് അവളെ മഠത്തിനുള്ളിലേക്ക് കയറ്റിയോ? കൊള്ളാം, ഈ പടിക്കകത്ത് ഞാൻ കേട്ടില്ല. പള്ളി വേറെ മഠം വേറെ. എനിക്ക് വിശക്കുന്നു, നീ കുറച്ച് തൈര് സാധനം എടുത്തു പോയി. ഇനി ഇവിടെ താമസിക്കണ്ട, എനിക്ക് പേടിയാവുന്നു. എത്ര നാളെന്ന് പറഞ്ഞ ഇങ്ങനെ ഒളിച്ചു കളിക്ക? അനന്തേട്ടന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നീ പേടിക്കണ്ട, എല്ലാം നേരെയാവും. കല്യാണകൃഷ്ണ, ശിവകാമി. പറഞ്ഞു തീർന്നില്ല. മണി 12 ഇവന് ഉറക്കമില്ലേ? എന്താ ഈ പാതിരാത്രിയിൽ? എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്തതിന് ഇങ്ങോട്ട് കയറി വന്നെന്തിന്? ഇവിടെ കയറി കിടക്കണോ? പ്ലീസ് അണ്ണാ, ഞങ്ങളെ ശല്യം ചെയ്യാതെ. സത്യം ചെയ്. പള്ളിയിൽ ഞാൻ കണ്ടത് ശിവകാമിയുടെ ചേച്ചിയാണ്. അത്രേ ഉള്ളൂ സത്യം. നീയല്ല, ശിവകാമി. സത്യം ചെയ്. സത്യം. പോരെ. ഗുഡ് നൈറ്റ്. എന്താ എന്നെ അങ്ങനെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഞാൻ വിശ്വസിക്കണമെങ്കിൽ ശിവകാമിയെയും ശിവകാമിയുടെ ചേച്ചിയെയും നാളെ തന്നെ എനിക്ക് ഒരുമിച്ച് കാണണം. അയ്യോ, കഷ്ടായി പോയി. എന്നാൽ അത് കാലത്ത് തന്നെ പറയായിരുന്നില്ലേ? ഇനി അവളെ കാണണമെങ്കിൽ 5 കൊല്ലം കാത്തിരിക്കണം. അവൾ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക് പോയി. എന്നോട് യാത്ര പറയാൻ അവള് വന്നത്. പോണ വഴി പള്ളി കയറിയതാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക്സ്, യു പ്ലേഡ് എ ഗുഡ് ഗെയിം. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. ഈശോയെ, ഇനി ഏതാണാവോ അടുത്ത കുരിശ്? ശിവകാമിയുടെ ബാഗിൽ നിന്ന് കിട്ടിയ കൊന്ത ഇവരുടേതാണെന്നല്ലേ പറഞ്ഞത്? ചേർത്തി, ചേർത്തി, ഒന്ന് നിന്നേ. നീ ഇതുവരെ എന്നെ പറയുന്നു പോയില്ലടാ. നിനക്ക് എന്താണ് വേണ്ടത് പട്ടി? ഒരു സത്യം അറിയാനാ. തെറി പറയരുത്. ചേട്ടത്തിന്റെ ഒരു കൊന്ത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കൊന്തയോ? എന്റെ കൊന്ത എന്റെ കഴിച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്വാമിയാര് മഠത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് വെച്ച് ചേട്ടത്തിയുടെ കൊന്ത ഊരി വീണില്ലേ? അത് കല്യാണകൃഷ്ണന്റെ ഭാര്യ എടുത്ത് വെച്ചിട്ടുണ്ട്. ഊരി വീണതല്ല, ആ കൊന്ത ഞാൻ എന്റെ നിർമ്മല മോൾക്ക് കൊടുത്തതാ. നിർമ്മല മോളോ? ആ, അന്യജാതിക്കാരെ കൂടെ താമസമെങ്കിലും കർത്താവിനെ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൊടുത്തതാ. അന്യജാതിക്കാരി? ഏത് നിർമ്മല? എന്റെ മോളെ ആ കല്യാണ കൃഷ്ണസ്വാമി മയക്കെടുത്ത് കല്യാണം കഴിച്ചതല്ലടാ. 2 ആഴ്ച കഴിഞ്ഞ് മതം മാറാന്ന് സ്വാമി സമ്മതിച്ചണ്ടാ. ആ തീരുമാനം എന്തായിന്ന് അറിയാൻ വന്നതാ ഞാൻ. ചേട്ടത്തി എന്താ ഈ പറഞ്ഞത്? കല്യാണകൃഷ്ണൻ കെട്ടിയതേ അനാഥ പെണ്ണായ ശിവകാമിയല്ലേ? അനാഥയോ? അതൊക്കെ ഉണ്ട് നിമിണ്ടാതിരി. ചേട്ടത്തി പറ. അവള് അനാഥൊന്നല്ല, മാമംഗലം മാത്തച്ഛൻ മുതലാളിയുടെ ഒറ്റ മകളാ മേരി നിർമ്മല, കോടീശ്വരി. മണിയാ, അവൻ എന്നെ പറ്റിച്ചു. കൂടെ നടന്ന എന്നെയും ലേശം പറ്റിച്ചു. സ്വാമി മതം മാറിയില്ലെങ്കിൽ മാത്തച്ഛൻ മുതലാളി 2നെയും വെടിവെച്ചു കൊല്ലും. ആ, അങ്ങനെ വരട്ടെ. നമുക്ക് മഠത്തിലേക്ക് പോവാ. ചേർത്തി വാ. നിക്കണോടെ. എടാ, അവിടെ ആർക്കണ്ട പകർച്ചവ്യാധി ഉള്ളത്? പകർച്ചവ്യാധിയോ? ആ, ഞാൻ ഫോൺ ചെയ്തപ്പോ ഇങ്ങോട്ട് വരണ്ട, അവിടെ ഒരു മന്ദബുദ്ധിക്കാരനുണ്ട്. എന്താ അവന്റെ പേര്? ആ, അനന്തസ്വാമി. ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കാണെന്ന്. എനിക്ക് ഈ അസുഖം 5-8 പ്രാവശ്യം വന്നോണ്ട് പേടിയേ ഇല്ല. അവനും ശിവകാമിയും വരുന്നുണ്ട്. ഏ? ശിവകാമി, മേരി നിർമ്മലാമ്പാൾ. അവരെന്താ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇങ്ങോട്ട് വരാൻ. ഇന്ന് ഈ കള്ളക്കളി ഞാൻ പൊളിക്കും. ഇതിന്റെ ഇടയിൽ വെച്ചാ? എന്റെ മോളെ, നിനക്ക് അസുഖമൊന്നും പിടിച്ചില്ലല്ലോ? വിവരം കേട്ടത് മുതൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. ചേട്ടത്തി എന്ത് പണിയായി കാണിച്ചത്? ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? ഞാൻ ഇവിടെ തീ തിന്നാ കഴിയുന്നത്. ചേട്ടന്റെ ലീവ് തീർന്ന് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഈശോയെ വിചാരിച്ച് ചേട്ടത്തി ഇങ്ങോട്ട് വരരുത്. വരാതിരിക്കാൻ പറ്റുമോ? അമേരിക്കയിൽ നിന്ന് മോളിലെ അപ്പച്ചൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ എന്റെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. എനിക്ക് എന്താണ് അസുഖം? ആരാണ് മഠത്തിൽ മന്ദബുദ്ധി? ഇപ്പൊ മനസ്സിലായടാ ബുദ്ധിമാന്ദ്യം ആർക്കാണെന്ന്. ആരാടെ ചേർത്തി? ഇവർക്ക് നിന്റെ ഭാര്യയ്ക്ക് തമ്മിലുള്ള ബന്ധം എന്താണടാ?
അയ്യേ, ഇവര് ശിവകാമിയുടെ ഊരുമഠത്തിനടുത്തുള്ള ചേട്ടത്തിയാ, വെറും നെയ്ബർ. പറ്റിച്ചു പറ്റിച്ചു, സ്വാമി എന്നെ പറ്റിച്ചു. അനാഥയാണെന്ന് പറഞ്ഞ സ്വാമി ആസാമിയാണല്ലോ. അണ്ണാ, വേണ്ട വേണ്ട വേണ്ട, വീടെടുത്ത് കന്നുരുളണ്ട. ഊരുമഠത്തിലെ ശിവകാമിയുടെ അപ്പ മാമംഗലം മാത്തച്ഛൻ എപ്പടി ആകുമടാ? ചൊല്ലടാ, ഇവൾ മാത്തച്ഛൻ ജാര സന്തതിയാ. എടാ, മത്സ്യമാംസാദികൾ തിന്നുന്ന ഒരു അന്യമതക്കാരി പെണ്ണിനെ തിരുമണം ചെയ്ത് ഇത്രയും കാലം നീ എല്ലാരും പറ്റിച്ചു. ഇപ്പൊ ഞാൻ മടത്തി പോയി പറയും. അനന്തണ്ണ, അണ്ണാ നീ சொன்னதല്ല ഉന്മതാൻ. എനിക്കൊരു തപ്പ് പറ്റിയാച്ച്. ഞാൻ കാല് പിടിക്കാം, ഞങ്ങളെ കാപ്പാത്തണം. വേണ്ട, ഞാൻ ശുദ്ധ ബ്രാഹ്മണനാ. മടം മുടിഞ്ഞു പോണ വേലയൊന്നും ഞാൻ ചെയ്യ മാട്ടെ. മണിയ, നീയെങ്കിലും ഒന്ന് പറയടാ. മണി എനിക്കിലുങ്ങൂല. അനാഥ ബ്രാഹ്മണ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് കൂടെ നടന്ന എന്നെയും പറ്റിച്ചില്ലേ സ്വാമി? ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴി ഞങ്ങൾക്കില്ല. അനന്ത, ഒന്നിങ്ങി വന്നൊരു കാര്യം പറയട്ടെ. ഇത്രയൊക്കെ കാല് പിടിച്ച സ്ഥിതിക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. സ്വന്തം അനിയനല്ലേ? അനിയനായാലും അച്ഛനായാലും ഞാൻ തയ്യാറാകാൻ മാട്ടെ. നീ കൂടുതൽ ഷൈൻ ചെയ്യണ്ട. ബാലുശ്ശേരി ബഷീറിന് അകത്തേക്ക് താമസിച്ചിട്ടില്ലേ? ആദ്യം അയാളെ ഇറക്കി വിടാൻ നോക്ക്. സ്വന്തം ഭാര്യ വലിച്ചു ഊറ്റിട്ട് മറ്റുള്ളവർക്ക് കയറ്റാൻ നോക്ക്. ഇപ്പൊ എത്ര രൂപ ചോദിച്ചാലും കല്യാണകൃഷ്ണൻ തരും. ഈ അവസരം ഉപയോഗിച്ച് ആ മൗനി ബാബയെ പറഞ്ഞുവിടാൻ നോക്ക്. നല്ല ഐഡിയ, നിനക്ക് ബുദ്ധിയുണ്ട്. ഞാൻ പിന്നെ ഉന്ന മാതിരിയാ കാളുതേ. അതെ, ഈ വിഷയം അനന്തസ്വാമി ആരോടും പറയില്ല. പക്ഷേ സ്വാമി കുറച്ച് രൂപ കൊടുത്ത് അനന്തനെ സഹായിക്കണം. അത്രേ ഉള്ളൂ. ആ. എത്ര വേണമെങ്കിലും ചോദിച്ചു. 50 100 പോരെ? ചോദിച്ചോ, 200 ചോദിച്ചു, 200 ചോദിച്ചു. അയ്യേ, മുങ്ങിച്ചാകാൻ പോകുമ്പോഴും സ്വാമി ആ പാരമ്പര്യ നക്കിത്തരം വിടരുത്. ഇവന് 10,000 രൂപ വേണം, എങ്കിലേ ഞങ്ങൾ ഒതുങ്ങൂ. 10,000 രൂപയോ? ഇതെന്തിനാ? കയ്യിലാകപ്പാടെ 2,000 രൂപയല്ലേ ഉള്ളൂ. 10,000 രൂപ കൊടുക്കണ്ടേ? ഇത് കൊണ്ടുപോയി വിറ്റോ പണയം വെച്ചോ അനന്തേട്ടന് രൂപ കൊടുത്തേക്ക്. അത് വേണ്ട. ഭാര്യമാരുടെ ആഭരണം വിറ്റ് പുട്ടടിക്കുന്ന ഭർത്താക്കന്മാരുടെ ലിസ്റ്റിലേക്ക് ഞാനില്ല. കുടുംബമാകുമ്പോ വിൽക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരിക്കും. ലീവ് കഴിഞ്ഞു പോകുന്നവരെങ്കിലും മനസമാധാനത്തോടെ ഇവിടെ കഴിയാം. പൊന്നും പണമൊക്കെ ഇനിയും ഉണ്ടാക്കാം. വേണ്ട നിർമ്മല, പ്രശ്നം തീരട്ടെ പ്ലീസ്. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ എന്താണ് വായ കുന്തം മുങ്ങിയ മാതിരി ഇങ്ങനെ നിൽക്കണേ? ഇക്കണക്കിന് പോയാ താൻ ഇതിന്റെ അകത്തൊരു പള്ളികൂടി പണിയുമല്ല. അതിനിപ്പോ നമ്മൾ ചന്ദ്രനിൽ പോയാലും നമ്മൾ നിസ്കാരം മുടക്കൂല. അല്ല, അത് പോട്ടെ, നമ്മൾ പൈസ തരുന്ന കാര്യം എന്തായി? കല്യാണകൃഷ്ണ വെട്ടിലാക്കി പണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ശരിയാക്കി തരാടാ. പിന്നെ ഒരു കാര്യം, കാശ് കിട്ടിയാൽ ആ നിമിഷം താൻ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. അല്ല, പിന്നെ താടി മുടിയും പണ്ടാകും വലിച്ചു കയറ്റുന്നല്ലോ. രക്ഷപ്പെട്ട്. അല്ല, നമ്മൾ മറ്റേത് കൊണ്ടുവന്നോ? മറ്റേതോ? അല്ല, അത് മറന്നോ? ബിരിയാണി ഇഷ്ടാ? അപ്പൊ അന്ന് ബിരിയാണി ചോദിച്ച ഇയാൾക്ക് വേണ്ടിയാണല്ലേ? വല്ലാഹി ഇന്ന് നേരം വെളുത്ത ഒരു തുള്ളി വെള്ളം കൂടി കുടിച്ചില്ല. പട്ടിണി കെട്ടി കൊല്ലാനാണ് എന്റെ പ്ലാന്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണികളും. കിടന്ന് ബഹളം വെക്കല്ലേ. കല്യാണകൃഷ്ണൻ ഇപ്പൊ പണവുമായി എത്തും. എന്നിട്ട് പോണ വഴി കോഴി ബിരിയാണിയോ നെയ്ച്ചോറോ എന്ത് വേണമെങ്കിലും വാങ്ങി കഴിച്ചോ. ഒച്ച വെച്ച ആളെ കൂട്ടി എന്നെ നാറ്റിക്കല്ലേ. ഇനി ഒന്നും ചാപ്പിടേണ്ടി വരില്ല എന്റെ അനന്തരാമ. എടാ, നീ എന്നെ ഏമാത്തി ദുട്ട് ശരിയാക്കിയല്ലേ? ആരാടാ ഇയാള്? താൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറഞ്ഞുതരാ. താൻ എന്തിനീ മഠത്തിൽ കള്ളവേഷം കെട്ടിക്കേറി? എനിക്കതറിയണം. നമ്മൾ ബാലുശ്ശേരി ബഷീര്, നിങ്ങൾ അമ്പലപ്പറമ്പിൽ നിൽക്കണേ ആഞ്ഞിലി മരം കാണിച്ചിട്ട് ഈ നിൽക്കുന്ന കള്ളപ്പഹൻ എന്നോട് ഉറുപ്പ്യ 10,000 എണ്ണി വാങ്ങി. അവസാനം മരവുമില്ല പണവുമില്ല. കുറെ അതിനോട്ട് വട്ടം കറക്കണം. അപ്പടിയാ? இந்த ஆளு சொன்னது சரியாடா? சரிதா. அப்படி ஒரு தப்பு பற்றியாச்சு. நீ என்ன காப்பாத்தணும். இந்த விஷயம் யாரும் அறியாது. பணம் கொடுத்து இயாளை பேக் பண்ணணும். ப்ளீஸ் டா. ഗുരുവായൂരപ്പാ, ரொம்ப ரொம்ப താങ്ക്സ്. പഴനി ആണ്ടവനെ. ഏതായാലും നീ ഞാനും വെട്ടിലായി. ഇനി രണ്ടുപേരും ഒന്നാ എസ്കേപ്പ് പണിയാ പോതും. തൽക്കാലം മൗനി ബാബ മൗനം പാലിച്ച് ഇവിടെ തന്നെ പടുക്കട്ടും. അനന്തരാമ അണ്ണാ, ഇന്നേലിരുന്ന് ഉൻ ഫ്രണ്ട് ബഷീർക്കും എൻ പൊണ്ടാട്ടി മേരി നിർമ്മലാവുക്കും ഇറച്ചി മീനും വാങ്ങിക്കൊടുക്കേണ്ട പൊരുപ്പ് ഉനക്കേതാൻ.
പോയി എന്താന്ന് വെച്ചാ വാങ്ങിക്കൊടു. இந்த ஆளை போல சீப் அல்ல நிர்மலா, சிக்கம் பத்தாது. அது வந்து பெரிய ஃபேமிலிடா. அதுக்கு பீஃப் ஃப்ரை தான் வேணும். ஆண்டவா, നീ ആണ്ടവാന്ന് വിളിച്ചിക്കാതെ പടച്ചോനോടത്ത് നീ പോയി വാങ്ങിട്ട് വാ, വിശക്കിന് ചെല്. ഇരട്ടി ജോലിയായി. അയ്യോ ശംഭോ മഹാദേവ, ഗിരിജാവല്ലഭ, ലക്ഷ്മീനാരായണ, സീതാരാമ, மீன் முள்ளு, கோழிக்காலு. கோழிக்காலின் எப்படா தெரியும்? கோழிக்கு கால் இருக்குமா? அதான். யாரு மாமி இங்க தூக்கி போட்டது? ஐயோ எனக்கு எப்படி தெரியும்? ഒന്നുകിൽ അനന്തരാമൻ അല്ലെങ്കിൽ കല്യാണകൃഷ്ണൻ, രണ്ടിലൊന്നിന്റെ പൂണൂലിന്ന് പൊട്ടും. എന്താ പ്രകൃതി ഭംഗി ആസ്വദിക്കാണ്? എനിക്കൊരു അബദ്ധം പറ്റി. എന്തബദ്ധം? ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ഇറച്ചിയും വേണ്ടി എല്ലും മുള്ളും ഓർക്കാതെ ഞാൻ ജനലിൽ കൂടെ പുറത്തേക്ക് ഇട്ടു. അതിനെന്താ? അത് അമ്മ കണ്ടു. എന്റെ അമ്മ ചതിച്ചോ? കടവേ, ഇതെല്ലാം ഇങ്ങനെ ആര് സാപ്പിടുന്നു? എന്നമ്മ കാലത്ത് ഒരു പൂച്ച എന്തോ കടിച്ചു പിടിച്ച് മതില് ചാടി വരണുണ്ടു. അതായിരിക്കും. പൂച്ചയൊന്നുമല്ല, പൂച്ചയുടെ മുഴുവൻ കഴിക്കില്ലേ? ആ സമയത്ത് പൂച്ചയ്ക്ക് വിശപ്പില്ലായിരുന്നെങ്കിലോ? മണിയാ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഓ പൂച്ച, ചട്ടിപ്പൂച്ച. ഏയ് കാക്കയും പൂച്ച ഒന്നല്ല. ഇതാരാ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ പാട്ടി. ആരടി പറയടേ? നമ്മുടെ അനന്തണ്ണൻ. അല്ലാതാരാ? പോയി 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 ചോറുന്നു മാമി, അവൻ സാപ്പിടാതെ. ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോ ഇറച്ചി മീനും വിൽക്കുന്ന ഹോട്ടലിലേക്ക് അനന്തണ്ണൻ കേറി പോണത് കണ്ടിട്ടുണ്ട്. കുട്ടിയിട്ട പൂച്ചയെ പോലെ ഏണ്ടാണ്ട് നടക്കറേ. അവശകനം പിടിച്ച മുണ്ടം. എന്നാ എത്ര നാളായടാ നീ മത്സ്യമാംസാദികൾ സാപ്പിടാൻ തുടങ്ങിയിട്ട്? ഉന്നെ ഞാൻ അരിഞ്ഞിടും മഹാബലി. അയ്യോ അമ്മ, അതൊന്നും ഞാൻ കഴിക്കില്ല അമ്മ. അമ്മക്ക് എന്നെ വിശ്വസിക്കാം. இங்க எல்லாருக்கும் ஒரு சந்தேகம். பாவம் மாமி, அவனுக்கு ஒன்றும் தெரியாது. பெரிய தாடி இருந்தா கூட குழந்தை மனசு. சும்மாறா, என்னடா அது? ஒரு கெட்ட மனம் வருதே. എന്താ പൊതിയില്? സ്വാമിക്ക് വേണ്ടി പച്ചമരുന്നുകളായിരിക്കും. പച്ചമരുന്നൊക്കെ എവിടെ ചിക്കൻ സ്മെല്ല് വരും? കുഴഞ്ഞോ? എന്താ ഇത്? മത്സ്യമാംസാദികളോ? ശംഭോ മഹാദേവ, പാപം, മഹാപാപം, ബ്രഹ്മശാപം. ഉടലോടെ സ്വർഗത്ത് പോകാനിരിക്കുന്ന സ്വാമിയുടെ ദേഹത്ത് മത്സ്യമാംസാദികളോ? ഓ കേട്ടടാ അവൻ പറഞ്ഞത്. അനന്തരാമ ഓടി രക്ഷപ്പെട്ടോ? അതൊക്കെ സാധാരണ കിട്ടാറുള്ളതാ. ഒന്ന് പിടിച്ചു മാറ്റുന്നേ. ഇപ്പൊ ഇടപെട്ടാൽ കുളമാകും. മുങ്ങിക്കോ. നല്ല ഒന്നും ചിക്കൻ ആയിരുന്നു. ഇനി ഞാൻ എന്ത് കഴിക്കും? സാമ്പാർ സാദം, തൈര് സാദം, കാരക്കുളം. ഒടിഞ്ഞെടുക്കടേ സ്വാമി, എനിക്ക് വേണ്ടത് മുഴുവൻ വന്നാ വേറെ മേടിച്ചതാ. മണ്ണില് വീണാലും ചാണകത്തിൽ വീണാലും ഇനി വേറെ കാശില്ല. കൊട്ടുപോയി ഞണ്ണു. അവന് അർമാണി തൈലം വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ്. ചന്തം നോക്കി നിൽക്കാതെ കൊണ്ടുപോയി കഴുകിട്ടില്ലേ. അനങ്ങണ്ട. പതുക്കെ. നിന്റെ ശരീരം എണ്ണ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. ഒഴിക്കും തോറും കുടിക്കുന്നു. പണ്ട് ഞാൻ പാലില് മണ്ണര ഇട്ടതിന് പോലീസുകാര് പിടിച്ചോണ്ട് പോയി ഇടിച്ചപ്പം ആശാനെന്നെ ഇങ്ങനെയാണ് തടവിയത്. ബഷീർക്ക, ഇവന്റെ മർമ്മം കാണുന്നില്ലല്ലോ. നല്ലോണം തപ്പി നോക്ക്. കഴുതകൾക്ക് ചിലപ്പോ മർമ്മം കാണൂല. അയ്യോ, പതുക്കെ 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 പതുക്കെ.
ആരാ മുഖത്ത് ചിരട്ട കമത്തിയത്? ചിരട്ട അല്ലടാ പരട്ടെ, ഞാൻ കയറി ഇരുന്നതാ. ഇതിലൊന്നും ഇല്ലല്ലോടെ പോയി. സൂപ്പിലല്ലേ കൊള്ളാവൂ. തടിയങ്കയും കുമ്പളങ്ങയാണ് തിന്നണമെങ്കിലും സ്വാമിയുടെ ചേട്ടന്മാർക്ക് നല്ല ആരോഗ്യം. നല്ല വെങ്കല ഇടിയല്ലേ ഇടിച്ചു കളഞ്ഞത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്താണിത്? ഇനി എന്റെ ഈ ശരീരം വെജിറ്റബിൾ ബിരിയാണിക്ക് പോലും കൊള്ളില്ല. നീ ബേജാറാവണ്ട, ഇരുമ്പ് വലിച്ചില്ലെങ്കിൽ നമുക്ക് യൂനാനി പ്രയോഗിക്കാം. അയ്യരെ തന്റെ ഒരു യുനാനി പോരണ്ട. യൂനാനിയും വലിച്ചില്ലെങ്കിൽ നമുക്ക് ഞവരക്കിഴിയിടാം. കൊല്ലു ഞാൻ ഞവരക്കിഴി. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അകത്ത് കയറുന്നത് മറ്റാരും കാണണ്ട. ഒരു ശുദ്ധ ബ്രാഹ്മണൻ താണ്ട നിൽക്കുന്നു. ഒന്ന് ചുമ്മാ ഇരടേ. നിന്റെ അപ്പൂപ്പന്റെ കാലമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടല്ലേ നിനക്ക് ഈ തങ്കത്തിന്റെ നിറം കിട്ടിയത്. ബഷീർക്ക, ഇവന്റെ ശരീരം ചിക്കൻ ബിരിയാണിക്ക് പറ്റൂല, കോഴി ബിരിയാണിക്ക് പറ്റൂ. அக்கா என்னாச்சுக்கா? என்னாச்சு? பாண்டி பாண்டி அக்கா, எதுக்குடி வீடே இடிஞ்சு விடுற மாதிரி சத்தம் போடுற? பாட்டி, சிவகாமிக்கு சர்திக்கணும். சிவகாமி? கடவுளே, சிவகாமி சந்திக்கிறாளா? முருகா பழனியாண்டவா. ஏண்டி கோமதி, சந்தானவல்லி ஓடிவாங்கடி, ஓடிவாங்கடி. இங்க பாரு, சிவகாமி வாமிட் பண்றாடி. அப்ப நான் டாக்டரை விളിக்கட்டுமா? வேண்டாம் 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 வேண்டாம். இந்த வீட்டுக்கு ஐஸ்வர்யம் வர போறது. ஐயோ, இந்த வீட்டுல குழந்தை பிறக்க போறது. എന്താ நம்ம குடும்பத்துல குழந்தை பிறக்க போறது. கல்யாணம் இஷ்டா, உனக்கு குழந்தை பிறக்க போறதுடா. கல்யாணம் இஷ்டா, நீ அப்பாவாக போற. കല്യാണകൃഷ്ണ, നീ ശിവകാമിയുടെ മടത്തിൽ പോയി എല്ലാവരെയും വിവരം അറിയിച്ച് അവരെ കൂട്ടിയിട്ട് വാ. ഒരേ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന നമ്മൾ 4 പേരും ഒന്നിക്കുന്നു. ഐക്യമത്യം മഹാബലം. ഒരു ലിമിറ്റഡ് കമ്പനി. അതെ, എനിക്കൊറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു വർക്ക് നമ്മൾ 4 പേരും കൂടി ഏറ്റെടുക്കുന്നു. കിട്ടുന്ന 4 പങ്കിടുന്നു. സാധനം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തന്നാ ഉടുമ്പ് കയറണ പോലെ ഞാൻ കയറിക്കൊള്ളാം. ചുമ്മാതല്ല ഉടുമ്പ് ഗോപാലെന്ന് നിനക്ക് പേര് വന്നത്. അണ്ടാകൃഹമാണെന്ന് നിനക്കും പേരില്ലേ? അതിവന്റെ മോന്ത കഥ അറിഞ്ഞൂടെ? എടുത്ത് മോന്തറ. ഞാൻ പറഞ്ഞിട്ടില്ലേ ബാങ്കിലെ കല്യാണകൃഷ്ണനെ കുറിച്ച്? സ്വാമിയുടെ മുടം അല്പം ദൂരെയാണ്. അവിടുത്തെ തട്ടുമുകളിൽ ഓട്ടുപാത്രങ്ങൾ, വെങ്കലപാത്രങ്ങൾ, പഞ്ചലോഹത്തളികൾ ഒക്കെ ഉണ്ട്. ഈ ഒരൊറ്റ വർക്ക് കൃത്യമായി ചെയ്തു തീർത്താൽ പിന്നെ ഈ തൊഴിൽ നിർത്തി ഞാൻ സന്യാസം സ്വീകരിക്കും. സന്യാസം? സന്യാസിയായി ഞാൻ ഡൽഹിയിലേക്ക് പോകും. എല്ലാം കർത്താവിന്റെ കൃപ പോലെ ഇരിക്കും. മഠത്തിനകത്ത് കയറാൻ എനിക്ക് സാധിക്കും, പക്ഷെ നിങ്ങളെന്ത് ചെയ്യും? അകത്ത് കടന്നു കിട്ടിയാൽ തട്ടിന് മുകളിൽ താമസിക്കായിരുന്നു. അതുവരെ ഞങ്ങൾ മുറിയെടുത്ത് പുറത്ത് താമസിക്കുന്നു. രാത്രിയിൽ അകത്ത് കടന്ന് നമ്മൾ ഒരുമിച്ച് ഓപ്പറേഷൻ നടത്തുന്നു. ഇഴിയവി അറിയാതെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു. പോലീസല്ല പോലീസല്ല അല്ല അല്ല. നമസ്കാരം. അയ്യോ നമസ്കാരം. ചാക്കുണ്ണിച്ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. സ്റ്റേഷൻ സാർ വന്നിട്ടുണ്ട്. നമസ്കാരം. മാമൂലോടത്തോട് എസ് എം താഴോട്ട് കവറിലിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാം കവറിലിട്ട് പേരെഴുതി ശരിയാക്കി വെച്ചിട്ടുണ്ട്. സാറേ എന്നാട്ടെ, നല്ല വാട്ടിരിപ്പുണ്ട്, ഒന്ന് മിനിങ്ങിട്ട് പോ സാറേ. പിന്നെ സർക്കാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ടേപ്പ് റെക്കോർഡർ വേണമെന്ന് പറഞ്ഞിരുന്നു. കളക്ടർ വീട്ടിലേക്ക് ഇന്നലെ കടയിൽ നിന്ന് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 2 ദിവസം എത്തിക്കാൻ ചേച്ചിയോട് പറഞ്ഞത്. എന്റെ ഭാര്യയ്ക്ക് ഒരു ഉരുളി വേണമെന്ന് പറഞ്ഞു. അതെത്തിക്കാം. ഉണ്ടാവാ കേട്ടാ. കല്യാണ സീസണല്ലേ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വന്നാട്ടെ വന്നാട്ടെ. താൻ ലാർജ് സ്കെയിലാണല്ലോ. ജനാധിപത്യമല്ല സാറേ, എല്ലാവർക്കും പങ്കുകൊടുത്തേ പറ്റൂ. സാറെന്താ പതിവില്ലാതെ? ചാക്കുണ്ണിച്ചേട്ടൻ ഒരിക്കൽ കൂടി എന്നെ സഹായിക്കണം. എന്താണാവോ? നിർമ്മല ഗർഭിണിയാണ്. അയ്യോ, പേരെടുക്കാൻ എനിക്കറിയില്ല, വല്ല ഡോക്ടറെ. അതല്ല ചേട്ടാ, നിർമ്മലയുടെ ബന്ധുക്കളെ ഉടനെ വിവരം അറിയിക്കണമെന്നാ മഠത്തിലുള്ളവരുടെ കൽപ്പന. അന്ന് വന്ന അതേ ബന്ധുക്കൾ തന്നെ മഠത്തിൽ ചെല്ലണ്ടേ? അല്ലെങ്കിൽ പാരയാവും. ചേട്ടൻ പഴയ വേഷം ഒന്നുകൂടെ കെട്ടണം. മഠത്തിലേക്കോ? എന്റെ കർത്താവേ, അച്ഛൻ കൊറിച്ചതും വൈദ്യം പിരിച്ചതും പാല്. എന്തു പറ്റി? വയറ് കാണാൻ വരുന്ന ചടങ്ങുള്ള കാശ് ഇപ്പോഴേ തന്നേക്ക്. കാശ് എത്ര വേണമെങ്കിലും തരാം. അന്നത്തെ പോലെ ചീപ്പ് നമ്പർ എന്ന് ഉറക്കി ചളവാക്കരുത്. ഇതെന്തോന്ന് പറച്ചിലാണ് സാറേ. ഞാൻ ആ തൊഴിൽ നിർത്തി. മോഷണ തൊഴിലാളികൾക്കും സർക്കാർ ക്ഷേമനിധി ഏർപ്പെടുത്താൻ പോയല്ലേ. ഖജനാവ് കള്ളന്മാരെ 100-150 കാറുകളുടെ അകമ്പടിയോടെ സ്വീകരിക്കുന്നത്. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കള്ളന്മാർക്കും ഞങ്ങളുടെ യൂണിയൻ ഒരു സ്വീകരണ പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതൊക്കെ ശരി, സംസാരിച്ചിരിക്കാൻ സമയമില്ല. ആ പഴയ കോട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഉണ്ട്. അതൊക്കെ ഇവര് പറഞ്ഞു ആ ചേച്ചമ്മയെ പിടിച്ച് മഠത്തിനകത്ത് കയറ്റാൻ. അവര് മുണ്ടും ഞൊറിഞ്ഞിട്ട് കയറി വന്നപ്പോ ഞാൻ അവരെ പറഞ്ഞുവിടാൻ നോക്കിയതാണ്. പക്ഷെ ആ കള്ളക്കളവി പോണ്ടേ. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്. ഇതുവരെ ബഷീറിനും ബിരിയാണി മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോ മഠത്തിനകത്ത് കള്ളുഷാപ്പം തുടങ്ങണം. കടവുളെ കള്ളുഷാപ്പോ? ആ തള്ളക്ക് രാത്രി ഒരു പൈൻ്റ് അടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. മണിയാ, തള്ള തന്നെ അടിച്ച് പ്രശ്നം ഉണ്ടാക്കോ? സ്വാമി സമാധാനം. ആ കൈ ഇങ്ങനെ സ്വാമി, ആ കൈ ഇങ്ങനെ ഐക്യമത്യം മഹാബലം.
എന്റെ വ്യാകുല മാതാവേ, ഇവിടെയുള്ളവരെല്ലാരും കൂടി എന്റെ മോളെ പൂണൂലിടിക്കൂ. നിർമ്മലാവോൾ ചേട്ടത്തി ഒന്നും മിണ്ടാതെ കിടക്കൂ. നിർമ്മലല്ല ശിവകാമി. നീ ശിവകാമി ശിവാശി ഒന്നുമല്ല, മേരി നിർമ്മല. മാമംഗലം മാത്തച്ഛന്റെ പൊന്നുമോൾ മേരി നിർമ്മല. അയ്യോ എന്താ എന്താ ചേട്ടത്തിക്ക് ഒരു വെളിവുമില്ല. നന്നായി കുടിച്ചിട്ടുണ്ട്. ഈ ദ്രോഹം ആരാ ചെയ്തത്? കർത്താവിന്റെ കൃപ കൊണ്ട് എന്റെ വീഞ്ഞ് ഞാൻ കൂടെ കൊണ്ടുവന്നു. ഈ വരീസ് പുണ്യാളാ, ഇവരുടെ അപ്പം വന്നാ ഇവിടെ കൊലപാതകം നടക്കും. മാമോദിസ മുങ്ങിയ എന്നെ എല്ലാവരും കൂടി പാണ്ടിയാക്കി. എവിടെയാണ് എന്റെ ചട്ടിപ്പുട്ട്? ചടപ്പും കലയൊക്കെ പിന്നെ എടുക്കാം. കുറച്ചുകൂടെ കുടി. നീ എന്തായി കാണിക്കുന്നത്? ഇപ്പൊ തന്നെ ഇവര് ഫിറ്റ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ചേർത്ത് നമുക്ക് ഫ്ലാറ്റ് ആക്കി ചുമന്ന് മാറ്റാം. കാർ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ഒരു 1000 രൂപ എടുത്ത്. ഇത് നിന്റെ ബുദ്ധിയാണ്. എന്റെ നിന്റെ അടുത്ത് ആര് പറഞ്ഞു അകത്ത് കയറാൻ? അണ്ണന്മാര് വല്ലതും കണ്ടാ വെട്ടി നുറുക്കി അടുപ്പിലിടും. ചാച്ചമ്മയും ബഷീറിനെയൊക്കെ പിടിച്ചകത്ത് കയറ്റാം. ഞാൻ കയറിയതാ കുഴപ്പം. ഒന്നിലും ഞങ്ങളുടെ കറവക്കാരനല്ലേ. ചെച്ചമുണ്ടെങ്കിൽ ചാച്ചമ്മയെ പോക്ക്. പിടിച്ചു പേടിക്കണ്ട. അയ്യോ എന്നെ താഴെയിടല്ലേ. കഞ്ഞോ ഇവർ നേരെ തൃശ്ശൂർ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. വേറെ ഇരിപ്പ് കണ്ടിട്ട് ചത്ത ശവം പോലെ ഉണ്ട്. കിടത്തിക്കൊണ്ടുപോയാൽ പോലീസ് പിടിക്കും. ഇരുത്തിക്കൊണ്ട് പോകുന്നത് ആ ബുദ്ധി. ഇരുത്തിയോ കിടത്തിയോ നിർത്തിയോ എങ്ങനെയെങ്കിലും ചുമന്ന് മാറ്റി. കാശൊന്നും ഇല്ലാതെ എന്റെ മാമാർക്ക് പെട്രോൾ പമ്പൊന്നുമില്ല. 100 രൂപ ഫിസിക്കാതെ വല്ലതെങ്കിൽ താ സമയം കൂടുതൽ പോലീസ് ഓടിച്ച് അവർക്കും താങ്ങണം വല്ലതും. സൂക്ഷിച്ചു കൊണ്ടുപോകണം. അതെ, ഭാഗ്യലക്ഷ്മി എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോയി എന്ന് പറഞ്ഞാൽ എന്തോ അല്ലെങ്കിൽ ഞാൻ മേരി നിർമ്മലോട് പറയാം. ഞാൻ പറഞ്ഞു. അനന്താ, കാലത്ത് പശുവിനൊന്ന് കറന്നേക്കണം. ഞാനിവിടെ ഉണ്ടാവില്ല. എന്തോ ബഷീർക്കാ സൂക്ഷിച്ച് പശു തൊഴിക്കും. ഇവിടെ വന്നിട്ട് ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒന്ന് കഴിയുമ്പോ വേറൊന്ന്. എനിക്കിനി വയ്യ. എപ്പോഴായാലും അറിയും. ഞാൻ എല്ലാരോടും തുറന്നു പറയാൻ പോവാ. നിർമ്മലെ, നീ എന്തായി പറയുന്നത്? അണ്ണന്മാരുടെ സ്വഭാവം നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ട് അവരറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുമ്പ് ചെറിയൊരു കള്ളം പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്റെ ഈശോയെ, ഡാഡി വരുമ്പോ ഇനി എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. ഒന്നും ഉണ്ടാവില്ല. ഇതുവരെയൊക്കെ പോയില്ലേ, അതുപോലെ അങ്ങ് പോകും. പതുക്കെ സൂക്ഷിച്ചു പോടെ. ചാണാനെ കണ്ടിട്ടോ. അതിനടിക്കാം. സത്യം പറ, താനാരാ? അഡ്വക്കേറ്റ് ജനറൽ. പേര് പറ. സുബ്ര അയ്യർ അല്ലേ? ശിവകാമിയുടെ അങ്കിൾ. അപ്പടിയാ? അയ്യോ ക്ഷമിക്കണം. ഈ വിളക്ക് ചുമന്നുകൊണ്ടുകൊണ്ടപ്പം നമ്മളവിടെ ഒരു കള്ള നാറിയുണ്ട്. കണ്ടവന്റെ മുതൽ മോഷ്ടിച്ചിരുന്ന പന്നി. ചാക്കുനിന്നാണ് പേര്. കള്ള നായന്റെ മോൻ. ഒറ്റ നോട്ടത്തിൽ സാറിനെ കണ്ടപ്പം അവനാണ് തോന്നിപ്പോയി. സോറി കേട്ടോ. ഞാൻ പോട്ടെ. ഓ ചാക്കുണ്ണി, എന്തോ നീ എന്ത് വേഷം കെട്ടിയാലും നിന്നെ തിരിച്ചറിയാനുള്ള ദിവ്യശക്തി ഈ മൗനി ബാബാ സ്വാമിക്കുണ്ട്. ക്ഷമിക്കണം. ഇവിടത്തെ കല്യാണകൃഷ്ണൻ സാറിനെ സഹായിക്കാൻ വേണ്ടി ഞാനൊരു വേഷം കെട്ടിയതാ. വീട്ടു സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ സഹായം. പഠിച്ചോളെ എന്ത് സഹായപ്പാ? എന്താണ് സ്വാമി ക്ഷമിക്കണം. ഞങ്ങളുടെ അവിടെ കളമുതൽ വാങ്ങിക്കുന്ന ഒരു പിശാചുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനത്തിന് 5000 രൂപ ഉണ്ടെങ്കിലും 250 രൂപ തരുന്ന ബാലുശ്ശേരി ബഷീർ, കള്ളപ്പന്നി പരമനാറി, അയാളുടെ ഒരു ചായ സ്വാമിക്കുണ്ട്. ക്ഷമിക്കണം. ഉണ്ടോ? അങ്ങനെ തോന്നിയോ? എന്നാ ഞാൻ വരട്ടെ. ബഷീറേ, അല്ല അപ്പൊ നിങ്ങൾക്ക് എന്നെ പിടിയിട്ടല്ലേ? അല്ലെങ്കിൽ വളകാപ്പൂരി പോയതല്ലേ? പോയി. പക്ഷെ വയറ്റി കുഴപ്പല്ലേ? ഇവിടെ അടുത്ത് മുറിയെടുത്ത് താമസിക്കുക. അതെ, രാത്രി മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഇതാരാ? ബഷീർക്കോ? നിങ്ങളെന്താ ഇവിടെ? ആ ഭർത്താനെ പറയേണ്ട പോലെ ഒരു 10000 രൂപയുടെ പ്രശ്നത്തിൽ ഞാനും ഇവിടെ പെട്ടുപോയി. സന്തോഷമായി. അപ്പൊ കച്ചവടം നമുക്ക് ഇവിടെ ചുറപ്പിക്കാം. പിന്നെന്താ? വില തട്ടിന്റെ മുകളിൽ ചുറപ്പിക്കാം. നിങ്ങൾ സാധനം പുറത്തെത്തിച്ചാൽ മാത്രം മതി. കൂട്ടിച്ചേർത്തത് പോലീസായിട്ട് വേർപ്പെടുത്താതിരുന്നാ മതിയായിരുന്നു. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ശങ്കരണ്ണൻ വരുന്നു. ആരാ ശങ്കരണ്ണൻ? ഞാനൊന്ന് പറഞ്ഞില്ലേ അമേരിക്കയിലുള്ള ശങ്കരണ്ണനെ കുറിച്ച്? ഓ, ഡോക്ടർ ശങ്കരയ്യർ. അനന്തണ്ണൻ ആകെ സന്തോഷത്തില.
അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്നാ വിശ്വാസം. ശങ്കരേണ്ണൻ വന്നാ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. എല്ലാവർക്കും വലിയ ആംബിഷൻസ്. ആരെയാണെങ്കിൽ സ്നേഹം ഉണ്ടല്ലേ? ഞങ്ങള് പണ്ടേ അങ്ങനെയാണ്. കല്യാണകൃഷ്ണ, നിനക്കൊരു ഫോൺ. ഹലോ, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ചേച്ചമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള വിവരം അറിയില്ലായിരുന്നു. അവൻ മരിച്ച നിർമ്മലേ, നമ്മുടെ ചേച്ചമ്മ ചേട്ടത്തി അന്തരിച്ചു. എപ്പോഴായിരുന്നു? വെളുപ്പിനൊരു 3-3:30 മണിയായി കാണും. എന്റെ ഈശോയെ, ഇവിടെ നിന്ന് പോകുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ ഉടനെ വരാം. എനിക്കൊന്ന് കാണണം. എന്നിട്ട് ബോഡി എടുത്താൽ മതി. നീ എന്തായി പറയുന്നേ? ചേട്ടത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. 2 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്തേക്കും. ആ, നല്ലോണം കുടിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വിട്ടത്. എന്റെ മാതാവേ, ചേട്ടത്തിക്ക് ഒന്നും പറ്റിയിട്ടില്ല. സത്യം സത്യം. ചേട്ടത്തി വെള്ളം വെച്ചും കുടിപ്പിച്ചു അല്ലേ? സാധാരണ പറഞ്ഞ് ചോദിച്ചു നോക്കൂ. സോറി അച്ചോ, ചേട്ടത്തിക്ക് കുടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടാ വാങ്ങിച്ചു കൊടുത്തത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാവരും കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വന്നേനെ. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവില്ല. എല്ലാം ഞാനും മേരി നിർമ്മലയും കൂടെ നേരിലൊന്ന് പറയാം. നിർമ്മല ക്രിസ്ത്യാനിയാണെന്നുള്ള വിവരം ഞാൻ ഇവിടെ ആരെ അറിയിച്ചിട്ടില്ല. മാത്തച്ഛൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങളെ കാണാൻ നാളെ അങ്ങോട്ട് വന്നേക്കും. അയ്യോ, ഇങ്ങോട്ട് അയക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞ അയാൾ കേക്കില്ല. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അത് ഒഴിവാക്കാൻ പറ്റിയാൽ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് എത്തിയേക്കാം. ഒരു കാര്യം ചെയ്യേ, അടുത്തുള്ള സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ വന്നാ മതി. ഞാൻ മാത്തച്ഛനുമായി അവിടെ നിൽക്കാം. താങ്ക് യു ഫാദർ. എന്താ? ഒരു വിധത്തിൽ ചേട്ടത്തിയെ പാക്ക് ചെയ്തപ്പോ അതിനേക്കാൾ വലിയൊരു പാഴ്സലാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അയ്യോ, അതെന്താ? നിന്റെ ഡാഡി സാക്ഷാൽ മാമംഗലം മാത്തച്ഛൻ. പേടിക്കണ്ട, ഇങ്ങോട്ട് വരില്ല. നമ്മൾ പള്ളിയിലോട്ട് ചെല്ലണം. അവിടെ വെച്ച് കാണാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മോക്ക് സുഖമാണോ? നിന്റെ മമ്മി മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തിന് ഞാൻ വഴങ്ങാതിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മോക്കറിയാമല്ലോ. നിനക്കൊരു സങ്കടവും വരാതിരിക്കാൻ എനിക്ക് മാപ്പ് തരണം. ഓർമ്മ വെച്ച നാള് മുതൽ ഇന്നേ വരെ എന്റെ മോൾ ആഗ്രഹിച്ചിട്ടുള്ളതെല്ലാം ഈ അപ്പച്ചൻ സാധിച്ചു തന്നിട്ടില്ലേ? ഒരു വാക്ക് അപ്പച്ചനോട് പറയാമായിരുന്നു. പൂർണ്ണ മനസ്സോടെ ഞാനത് നടത്തി തരുമായിരുന്നല്ലോ. സാരമില്ല, എന്റെ മോൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഒരിക്കലും ഈ ബന്ധം വച്ചു പുറപ്പിക്കരുതെന്ന് മാമംഗലത്ത് നിന്ന് എലിസബത്ത് എനിക്ക് എഴുതിയിരുന്നു. മഹാഭാവത്തിന്റെ വിഷം വീഴ്ത്തി തലമുറ ഇല്ലാതാക്കണ്ടെന്ന അപ്പച്ചൻ മറുപടി എഴുതിയത്. അച്ഛൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. യു ആർ ക്വാളിഫൈഡ്, ലവിങ്, ഐ എം ഹാപ്പി. എന്റെ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിരിക്കണം ഈ ബന്ധം. വളർത്തി വലുതാക്കിയ എന്നെപ്പോലും ഇട്ടെറിഞ്ഞ് സ്നേഹിച്ച പുരുഷന്റെ കൈപിടിച്ച് ഇറങ്ങി വന്നവളാണിവൾ. ഷീ ഈസ് റിയലി ലവിങ്, അഫെക്ഷനേറ്റ് ആൻഡ് സിൻസിയർ. അങ്ങയുടെ അനുഗ്രഹം എന്നും ഞങ്ങൾക്കുണ്ടാവണം. മതം മാറാന്ന് പറഞ്ഞിട്ടുണ്ട്. മതം മാറ്റി ഒരു ക്രിസ്ത്യാനിയെ കൂടി ഇടവകയ്ക്ക് കാഴ്ചവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ ഒരപേക്ഷ, മകളെ സ്നേഹിച്ച് കുതി തീരാത്ത ഒരു അപ്പച്ചന്റെ റിക്വസ്റ്റ്. ഒരിക്കലും എന്റെ മകളുടെ കണ്ണു നനയരുത്. ബെസ്റ്റ് വിഷസ്. അവൻ ഇത്രയും നാൾ നമ്മളെല്ലാം കുരങ്ങ് കളിപ്പിച്ചു. അവളെ സുമ്മാ വിടക്കൂടാതെ. ബന്ധം മുറിച്ച് അവളെ ഇറക്കി വിടണം. ബന്ധം മുറിച്ച് ഇറക്കി വിട്ട പ്രശ്നം തീരില്ല. ക്രിസ്ത്യാനി പെണ്ണിന്റെ വയറ്റിൽ ബ്രാഹ്മണന്റെ വിത്ത് മുളച്ചിരിക്കുന്നു. അത് പിറക്കക്കൂടാതെ. ബന്ധം വേർപ്പെടുത്തും മുമ്പ് അതിനെ നശിപ്പിക്കണം. അത് ശരിയാ. വളർന്നു കഴിയുമ്പോൾ അവകാശം പറഞ്ഞ് ഇവിടെ കയറി വരൂ. സത്യം നമ്മൾ അറിഞ്ഞ കാര്യം തൽക്കാലം അകത്താരെയും അറിയിക്കണ്ട. കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്താണൊരു വഴി? അവളുടെ ശരീരം അധികം അനക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അതെ.
നാളെ മുതൽ ജലധാരയ്ക്കുള്ള വെള്ളം അവൾ കോരട്ടെ. അതിലും തീർന്നില്ലെങ്കിൽ സൽപുത്ര ജനനത്തിനായി ഒരു ശയന പ്രദക്ഷിണം. കരുടയാതിരിക്കില്ല. അതിന് 2 നാൾ കല്യാണകൃഷ്ണനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ஐயோ, என்னம்மா சிவகாமி இது? இந்த மாதிரி நேரத்துல உடம்ப ஜாஸ்தியா அணக்க கூடாது. ஞான் வெள்ளம் கோரிக்கோளாம். நீ போ. കനകം, സൽപുത്ര ജനനത്തിന് ജലധാരയ്ക്ക് 41 കുടം വെള്ളം 41 ദിവസം കോരണമെന്ന് നേരത്തെ നേർന്നിരിക്കുക. നേരത്തെ തെറ്റിച്ചാ പിറക്കുമ്പോ കുഞ്ഞിന് കണ്ണും മൂക്കും കാതും ഇരിക്കാതെ. ഈ സമയത്ത് ഇത്തരം നേർച്ചകളൊന്നും വേണ്ട. നീ പേശാതെ. സാരമില്ല, നേർച്ച തെറ്റിക്കണ്ട, ഞാൻ കോരിക്കോളാം. മമ്മി ഇത് പാരുങ്കോ. ശിവകാമി, നേർച്ചയാണെങ്കിൽ അത് തെറ്റിക്ക കൂടാതെ. പാപം കിട്ടും. 41 കുടം തുടർച്ചയായിട്ട് തന്നെ കോരണം. ആന കൊട ഇത് പോതും. കുടത്തിന്റെ സൈസ് കടവുളയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. ആനാ കോരി ഊത്തമ്മ ഊത്ത്. അയ്യോ, എന്താ എന്താ ഇത്? സൽപുത്ര ജനനത്തിനായുള്ള നേർച്ചയാ. എന്ത് നേർച്ചയാണെങ്കിലും ഈ സമയത്ത് ദേഹം അനക്കാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പ്രദക്ഷിണം മുടക്കാതെ വഴിമാറാ. സൽപുത്ര ജനനത്തിന് കുഞ്ഞിന്റെ അമ്മ തന്നെ ശയന പ്രദർശനം നടത്തണമെന്നില്ല. അച്ഛനായാലും മതി. നീ ശിവകാമിയെ പിടിച്ച് മാറ്റ്. കല്യാണകൃഷ്ണ, നീ നമ്മ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. നീ മാറിയില്ലേ? ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ശിവകാമ എഴുന്നേറ്റ്. മോളിവിടെ ഇരിക്ക്. ശയന പ്രദർശനം ഞാൻ നടത്തിക്കൊള്ളാം. കുടുംബത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കണ്ട. വർഷങ്ങളായി സന്തതി പിറക്കാതിരുന്ന ഈ വീട്ടില് ഒരു കുഞ്ഞ് ജനിക്കാൻ പോണു. അവര് നേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ നടത്തണം. വേണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല. ഇത്തരം കാടൻ ആചാരങ്ങൾക്കൊന്നും ഞാൻ കൂട്ടുവെക്കില്ല. ഞാൻ ഇവിടെ ഉണ്ടായാൽ ഇതിനൊന്നും സമ്മതിക്കില്ലെന്ന് അണ്ണന്മാർക്കറിയാം. അതുകൊണ്ടാണ് തന്ത്രപൂർവ്വം എന്നെ ഒഴിവാക്കിയത്. ബന്ധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇവിടെയുള്ളവരെല്ലാം സ്നേഹമുള്ളവരാ. താഴെ കല്യാണകൃഷ്ണന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല. അപ്പൊ വലിയ ഒച്ചയും ബഹളമൊന്നും പാടില്ലേ. അതൊന്നും തട്ടിയിട്ടൊന്നും ചെയ്യല്ല. ഇതിനൊരു 35 ഉറുപ്പ്യ. ഇവനൊരു വലിയ തിരക്കാ. ഇത് ഞാനൊരു 250 ഉറുപ്പ്യ കണ്ടിരിക്കണം. ബാക്കിയപ്പോ തരും. 250 മൊത്തമായിട്ട് വന്നേക്കാണ്. നല്ലവരായ കള്ളന്മാരെ മുതലാക്കണ സ്വഭാവം താൻ ഇനി നിർത്തിയിട്ടില്ല അല്ലേ? എനിക്ക് ഈ കട്ട മുതല് എന്റെ കടയിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയാൽ മതി. നമ്മളിത് വിൽക്കാൻ പോരുന്ന പാട് നമ്മക്കും പഠിച്ചവനും മാത്രമേ ഉള്ളൂ. മന്ത്രിക്ക് വരെ ഇതിന് ഷെയർ കൊടുക്കണം. 250 രൂപ സ്റ്റഡിക്ക് പോലും തികയില്ല. പിന്നെ ഇതിന് എത്ര രൂപ വേണം തനിക്ക്? 1000 രൂപ. ശരി, സംഭവിച്ചു. 1000 രൂപ തരാം. തന്റെ കാര്യം നടക്കട്ടെ. പക്ഷേ അതിന്റെ കൂടി 3 കോടും ഒരു കൊട്ടവും കൂടി അവിടെ എത്തണം. അതിന് വേറെ കളയായിരുന്നു. നീ ആയിട്ടൊരു കച്ചവടം ഇല്ലാതാക്കണ്ട. 1 തരം, 2 തരം, 3 തരം ഉറപ്പിച്ചു. എല്ലാം വില എഴുതി വന്നിട്ടല്ലോ കിട്ടു. എന്നാലേ നമ്മൾ അറിഞ്ഞാണ്. നിങ്ങൾ ഓരോരുത്തർ എന്റെ പിന്നാലെ വന്ന് ലോഡ്ജിൽ പോയിക്കോളണം. അപ്പൊ സാധനം തന്നെ മാറ്റണ്ടേ? വേണ്ട, പകുതി നാളെടുക്ക, ബാക്കി മറ്റന്നാള്. എല്ലാം കൂടി ഒരുമിച്ച് വിടുവാൻ നോക്കിയാലേ അണ്ടം കീറി പോവും. അമ്മക്കിട്ട് നമുക്ക് എല്ലാ കാര്യവും തുറന്നു ചൊല്ലാമായിരുന്നു. അല്ലെങ്കിൽ കുടം കൊണ്ടുവന്ന മാതിരി അമ്മ എല്ലാത്തിലും കയറി ഇടപെടും. അതുതാ. അത് വേണ്ട. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ചത്തിട്ട് അമ്മക്കിട്ട് ചൊന്നാ പോതും. അതാ ശരി. എപ്പിടിക്കാകാനാ? എല്ലാം പൊളിഞ്ഞില്ലേ? പെണ്ണുങ്ങൾ അറിഞ്ഞ സമ്മതിച്ചെന്ന് വരില്ല. അമ്മ കുഞ്ഞിനെ കൊന്നതാകണം. എപ്പിടി? അതൊക്കെ വേറെ വഴി ഇരിക്കണ്ട. എന്നെ വഴി? മുള്ളുപീർക്കിന്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് ആയുർവേദ മരുന്നാണെന്ന് പറഞ്ഞു കൊടുത്താ നേരത്തോട് നേരം കഴിയുമ്പോ ചാപിള്ള പുറത്തു വരും. പക്ഷേ ഈ രഹസ്യം ആരും അറിയരുത്.
എടോ തന്നോട് മുറിയിൽ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞില്ലേ? എന്തിനൊക്കെ പറിക്കണത്? ഒക്കെ പിന്നെ പറയാ. പടച്ചോൻ കാത്തു, ഒന്നും ചെയ്യാൻ പോവാ. സന്താന ഗോപാല ലേഹ്യം ഉണ്ടാക്കാൻ സമയമായി. തനിക്കെന്താ തലക്ക് വട്ട് പിടിച്ചോ? വട്ട് നമ്മക്കല്ല, വട്ട് നിന്റെ വീട്ടിലുള്ളവർക്കാ. മോനെ, നീ പൈസ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് പോണെന്ന് വിചാരിച്ചാ. ഇതിപ്പോ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബഷീർ ബാലുശ്ശേരിക്ക് പോകുന്നുള്ളൂ. വിട് വിട് മാറി. അയ്യോ കടവുളെ, മണി അടിച്ച്. മാമി വന്നാ ഇപ്പൊ ബഹളം വെക്കും. ഭാഗ്യലക്ഷ്മി, നീ ആ പ്ലേറ്റിലെ കഴിക്കൊണ്ടോ. ഈ മരുന്ന് അന്ത പൊണ്ണുക്ക് കൊണ്ടുപോയി കൊട്. പച്ചമരുന്നാക്കും. ചൈന പ്രദക്ഷിണം മുടിച്ചതല്ലവാ അന്ത ക്ഷീണം മാറട്ടും. ഗർഭിണിയായിരിക്കുമ്പോ ഇന്തമാതിരി നേർച്ചകളൊന്നും വേണ്ടായിരുന്നു. മടത്തിലൊരു കുഞ്ഞു ജനിക്കണം. അതുക്കാഹതാണ് ഇതെല്ലാം. നീയോ പ്രസവിക്കാൻ മാട്ടേ? എന്റെ കുറ്റം കൊണ്ടാണോ മറ്റുള്ളവരും പ്രസവിക്കാത്തത്? ഇന്ത കുടുംബത്തിന് ശാപം കടിച്ചിരിക്കോ? അവതാ സന്തതി ജനിക്കാത്തത്. പേശാമേ ചൊന്നു ചെയ്താ പോതും. അങ്ക വെച്ചിരുന്നോ, ഞാൻ കൊടുത്തോളാം. കുടിക്കുമ്പോ നല്ല കയ്പായിരിക്കും. ആനാ ഒരു തുള്ളി കൂടി ബാക്കി വെക്കാമെ കുടിക്ക ചൊല്ല്. പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ എതുക്ക് തലയിടണം? ചൊന്നത് കേട്ടാ പോതും. തനിക്കെന്താണ് രാത്രിയിൽ ഇവിടെ കാര്യം? കാര്യമില്ലാത്ത ഒരിടത്തും ബഷീർ പോവില്ല. പല ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. അടുക്കള വാതിക്ക വന്ന് പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ മറ്റേ പണി ഇവിടെ നടക്കില്ല. ഒച്ച വെച്ച് ബഹളം കൂട്ടാതെ. എന്താണോ ക്ലാസ്സിൽ? അത് അത് എന്താണോ താൻ മറയ്ക്കുന്നത്? അത് വിഷം. വിഷമോ? എടാ മോനെ, എന്റെ വീടിന്റെ വയറ്റിലുള്ള കൊച്ചിനെ കൊല്ലാനുള്ള വിഷമാണിത്. എന്നെ തെറ്റിട്ട് കാര്യമില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ എന്റെ ഏട്ടന്മാരുണ്ടാക്കി വെച്ച വിഷമാണിത്. അത് നമ്മളെടുത്ത് മാറ്റി പകരം തുളസി നീര് വെച്ചിട്ടുണ്ട് അവിടെ. നല്ല മനുഷ്യരും ശൈത്താന്മാരും കണ്ട നമുക്കറിയാം മോനെ, നമ്മൾ ഇസ്ലാമാണ്. മനസ്സ് പറയാൻ സ്നേഹമുള്ള ഇസ്ലാം. എന്നെക്കൊണ്ട് തന്നെ ചെയ്യിക്കണമായിരുന്നു ഈ മഹാഭാവം. മരുന്ന് നീ അവൾക്ക് കൊടുക്കലയാ? എല്ലാം എനിക്ക് തെരഞ്ഞാച്ച്. ഒരു കുഞ്ഞിനെ താലൊലിക്കാനും വളർത്താനും ഉള്ള പൊതിയുമായി കഴിയുന്നറിഞ്ഞ് ശിവകാമിയുടെ കുഞ്ഞിനെങ്കിലും ഒന്ന് എടുക്കാമെന്ന് ആശിച്ചു. എതൊക്കെന്ത് മഹാഭാവം. കനകം നീ പേശാതെ. പേശും. இந்த விஷயத்தை எல்லாரோடும் പറയും. എന്നടാ എന്നെ ഇതെല്ലാം ഉനക്കെന്താ ഭ്രാന്താ? അതെ, ഈ വീട്ടിലെല്ലാവർക്കും ഭ്രാന്താണ്. ഇവരെ അണ്ണന്മാരെന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. കല്യാണ സത്തം പെടാതെ. എനക്കും എന്റെ വീട്ടിൽ അവകാശമുണ്ട്. ഏത് പെണ്ണെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇത്രയും നാൾ നിങ്ങളെല്ലാം ഭയന്നും ബഹുമാനിച്ചും കഴിഞ്ഞതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇവർ രണ്ടുപേരും ചേർന്ന് നമ്മളെ കൊരഞ്ഞൊളിപ്പിക്കായിരുന്നു. എല്ലാം ഇനി അമ്മ അറിയണം. ഇവൻ കെട്ടിയ പെണ്ണ്. വേണ്ട, ഇനി ഞാൻ തന്നെ പറഞ്ഞോളാം. എന്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ്. അവൾ ശിവകാമിയല്ല. കത്തോലിക്ക സമുദായത്തിൽ പിറന്ന മാമംഗലം മാത്തച്ഛന്റെ ഏക മകൾ നിർമ്മല, മേരി നിർമ്മല. സത്യം, സത്യമാണ് നിർമ്മല ബ്രാഹ്മണ പെണ്ണല്ല. ശങ്കരണ്ണ വന്നാച്ചി, അമ്മ ശങ്കരണ്ണ വന്നാച്ചി. അമ്മയെങ്കേ അതുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്ഡാ. വർഷങ്ങൾക്ക് ശേഷം இந்த കുടുംബത്തിൽ ഒരു സന്തതി പിറക്കാൻ പോകുന്നു എന്ന് കേട്ടത് മുതല് വിജയലക്ഷ്മി എന്നെ അങ്ങ് ഇരുത്തിയിട്ടില്ല. ഉടനെ വന്ന് പൊണ്ണെ പാക്കണമെന്ന് ഒരേ ബഹളം. അവക്ക് ലീവ് ശരിയായില്ല. ഞാൻ ഇங்கே നിന്ന് പോകുമ്പോ ഈർക്കിലി മാതിരി ഇരുന്നവനായി മണി എന്നെ. അതെങ്ങനെ? ഇവൻ കറക്കുന്ന പാൽ ഇവൻ തന്നെയല്ലേ കുടിക്കുന്നത്? അതിനൊക്കെ പശുവിന് പാലുണ്ടെങ്കിലല്ലേ. വയ്ക്കലും പുണ്ണാക്കുമല്ല ആനന്ദസ്വാമി താനേ സാപ്പിടുന്നത്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബോംബെ ഫ്ലൈറ്റ് ലേറ്റായി. അങ്ങനെ യാത്ര അല്പം സ്റ്റക്കായി. ഞാനടുത്ത ലെറ്റർ കടച്ചാ. പഠിപ്പില്ലാത്ത നിനക്ക് എന്ത് ജോലി കിടക്കാനാ? എനിവേ ഐ ട്രൈ. ആ പൊണ്ണെങ്കേ അകത്തുണ്ട്. ഞാൻ അവക്കൊരു പ്രസന്റേഷൻ കൊണ്ടുവന്നിരിക്കേ. വാ
உள்ள வா, ஆ. கொஞ்சம் பேச வேண்டியிருக்கு. എനിവേ ഇടയിന്ന് എടുത്തു ചാടി ആരും ഒന്നും ഡിസൈഡ് ചെയ്യണ്ട. ഞാൻ നിർമ്മലയുടെ ഫാദറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. எதுக்கு அந்த ஆளோட பேசணும்? സ്വാമിയാർ മഠത്തേക്ക് മാനക്കേട് വരുത്തുന്നത് ഒന്നും ഞാൻ ചെയ്യില്ല. ബിലീവ് മീ. എന്റെ കൂടെ നീയും വരണം. നമുക്ക് ഒന്നിച്ചു പോകാം. Let us talk to him. നിർമ്മലയുടെ അപ്പനുമായിട്ട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥമായിട്ടായിരിക്കും ശങ്കരൻ വരിക. ആണാണ്. നിർമ്മലയുടെ അപ്പന്റെ സംസാരം നമ്മൾ കേട്ടതല്ലേ? അങ്ങനെ ഒരു തീരുമാനത്തിനേ വഴിയുള്ളൂ. രണ്ടുപേരും കൂടി ഒന്നിച്ചു പൊറുക്കട്ടെ എന്ന് തീരുമാനിച്ചു വരികയാണെങ്കിൽ എല്ലാത്തിനും കൊണ്ടും മഠത്തിന് ഞാൻ തീ കൊളുത്തും. മൺമറഞ്ഞ പൂർവികർ ഇത് പൊറുക്കില്ല. അന്യജാതിക്കാരനെ പോലും ഇന്നേ വരെ സ്വാമിയാർ മഠത്തിന്റെ അകത്തേക്ക് കയറ്റിട്ടില്ല. പിന്നെയല്ലേ അന്യ മതക്കാരി. അന്ന ശബ്ദം പോട്ട് ആരെയും ഉണർത്തണ്ട. കൊലക്കുറ്റത്തിന് ജയിലിൽ പോയാലും ഒന്നിച്ചു പൊറുക്കാൻ ഞാൻ അവരെ അനുവദിക്കില്ല. എന്താ എന്റെ പരിപാടി? എല്ലാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെയാകും കല്യാണകൃഷ്ണനും ശങ്കരണ്ണനും എത്താൻ. അതിനു മുമ്പ് എല്ലാം ശുഭം. അതൊക്കെ പിന്നെ പറയാൻ പോയി. നീ ചെല്ല് ചെല്ല്. നീ കിടക്ക്. നീ മോളി കിടക്ക്, ഞാൻ അടി കിടക്കാം. നീ ഇവിടെ കിടക്ക്, ഞാൻ അടി കിടന്നതാ. ഞാൻ കിടക്ക്. പോയിക്കോ. എന്ത് കാണിക്കണം? അന്യജാതിക്കാരനോട് കിടക്കാമോ? അതിലുണ്ടേ. എന്തായി? കടവില് വള്ളം അടുപ്പിച്ചിട്ടുണ്ട്. കടലും കായലും ചേരുന്നിടത്ത് ഒഴുക്കില് മുക്കി താത്താ. വേലിയേറ്റ സമയത്ത് ശവം കരയ്ക്കടുക്കരുത്. വയറ് കുത്തി കീറി തല വെട്ടി കല്ല് കെട്ടി താത്താ സ്വാമി. തെളിവൊന്നും ഉണ്ടാവണ്ട. പേടിക്കണ്ട, വാ. என்ன சத்தம் கேக்குதே? என்னன்னு பாரு. சத்தம் சத்தம் கேக்குது. രാഹുലി, വാ.
കൊടക്കമ്പത്തി അറിയണം. സുബ്രഹ്മണ്യരും സുബ്രായ നിന്റെ തന്ത. ഇത് ചാത്തുണ്ണിയാ. അയ്യോ, അടുത്ത കൊടക്കമ്പത്ര. കൊടക്കമ്പത്ര. ഓടിക്കോ ഓടിക്കോ. ഇതുകൂടെ ഇതുകൂടെ ഊരരുത് ഊരരുത് ഊരിയ ഇന്ന് അടിയാണ്. ഊരരുത്. ഹലോ സുബ്ബരാമയ്യർ. കവത്തിന് പറ കവത്തിന്. കൊടക്കമ്പത്ര അണ്ടാവേ. മണിയ എന്റെ തലയിൽ ആരെ കുടം കമ്പി. അതെ അത് തന്നെ ഇന്ന് കറക്കാൻ നോക്കിയ പാത്രം കാണത്ത്. സ്വാമി അടിച്ചോണ്ടിക്ക് പോന്നാ. എന്നാ ഇതിരിക്കട്ടെ. ആരാടാ നിന്നെ പറഞ്ഞു വിട്ടത്? സാറിന്റെ അണ്ണന്മാര് നമ്മളെ കണ്ടപ്പോ ഞങ്ങൾ ഈ നിമിഷം വേണമെങ്കിലും ഈ പടിയിറങ്ങാം. പക്ഷെ നിങ്ങൾ വെച്ച് പൂജിക്കുന്ന സ്നേഹമൂർത്തികളായ സകല ദൈവങ്ങളും ആ നിമിഷം ഞങ്ങളോടൊപ്പം ഇവിടുന്ന് പടിയിറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കല്യാണകൃഷ്ണ, യു ഡിഡ് സംതിങ് ഗ്രേറ്റ്. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ചുവന്ന കൊടി പിടിച്ചതിന് നിങ്ങൾ എല്ലാരും കൂടി എന്നെ തല്ലിയതിന്റെ വേദന ഇനി എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അഗ്രഹാരങ്ങളുടെ ഇരുണ്ട ഇടനാഴിയിൽ തീർപ്പുമുട്ടുന്ന സ്നേഹത്തെ മനുഷ്യത്വത്തിന്റെ സമതല ഭൂവിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള യാഗമാണ് ഇവൻ ചെയ്തത്. കാലങ്ങളായി ഈ സ്വാമി അറമടത്തിലേക്ക് ഒരു അന്യജാതിക്കാരനെ കയറ്റിയിട്ടില്ല. കുലദൈവങ്ങളത് പൊറുക്കില്ല.
ദൈവ സിദ്ധാന്തങ്ങളെല്ലാം ഒന്നാണ്. അവിടെ ശ്രീകോവിലും അൾത്താരയും ഒരുപോലെയാണ്. ഒരു പണിയും ചെയ്യാതെ അമ്പലവും പൂജയും 4 നേരം ശാപ്പാടുമായി മടിയന്മാരായി ജീവിക്കുമ്പോ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവും. ഇപ്പോ ഞാൻ അധ്വാനിച്ചയക്കുന്ന പണം കൊണ്ടാ ഈ മഠവും ഇവിടുത്തെ ആചാരങ്ങളും നിങ്ങളും ജീവിക്കുന്നത്. ഇനി ഇവിടെ എന്ത് തീരുമാനമെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. 30 വർഷങ്ങൾക്ക് ശേഷം ഈ മഠത്തിൽ ഒരു സന്തതി ജനിക്കാൻ പോകുമ്പോ അതിനെ കൊല്ലാനുള്ള മനസ്സ് പ്രസവിക്കാത്ത ഇവിടുത്തെ പെണ്ണുങ്ങൾക്കുണ്ടായല്ലോ. சங்கரா, இங்க நடந்ததை பத்தி என்கிட்ட யாருமே எதுவுமே சொல்லலடா. നിങ്ങൾ നിർമ്മലയെ സ്വീകരിക്കണമെന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനും മാത്തച്ഛനും വന്നിരിക്കുന്നത്. അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളുമായി നിങ്ങൾ ഇവിടെ കഴിഞ്ഞോളൂ. പുതിയ ദർശനങ്ങളുടെ വെളിച്ചം ഇനിയും ഈ മഠത്തിലേക്ക് വീണിട്ടില്ല. നിങ്ങൾ എന്നോടൊപ്പം വരൂ. അവിടെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. കല്യാണകൃഷ്ണ, നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളൂ. യാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളുമായി നിർമ്മലയുടെ അപ്പച്ചനെത്തും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അമ്മയെ ഒന്ന് കാണാതിരുന്നിട്ടില്ല. അമ്മയിൽ നിന്നകന്ന് ആദ്യമായി ദൂരേക്ക് പോകാൻ എനിക്ക് വിഷമമുണ്ട്. ഈ പടിയിറങ്ങുമ്പോൾ ഒന്നേ പ്രാർത്ഥനയുള്ളൂ. മനസ്സ് നിറയെ നന്മയും സ്നേഹവുമുള്ള ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അഗ്നിപരീക്ഷണം ഉണ്ടാവരുത്. സഹിക്കാവുന്നതിനപ്പുറം എനിക്ക് വേണ്ടി നിർമ്മല സഹിച്ചു, ക്ഷമിച്ചു. ഇനി അവളുടെ കണ്ണു നനയാതിരിക്കാൻ എന്റെ അമ്മ പൂർണ്ണ മനസ്സോടെ എന്റെ ഭാര്യയെ അനുഗ്രഹിക്കണം. നിർമ്മലേ, നീ എവിടെയായിരുന്നാലും നിന്റെ വിശ്വാസം നിന്നോടൊപ്പം ഉണ്ടാവട്ടെ. സ്നേഹത്തിന് വേണ്ടി സഹിച്ചവർക്കും ക്ഷമിച്ചവർക്കും കടവുൾ നല്ലതമ്മ കൊടുപ്പാൻ. നീ ഇവിടെ വിട്ടു പോകുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. இந்த குடும்பத்துல 30 வருஷத்துக்கு அப்புறம் ஒரு குழந்தை பிறக்க போகுது. ഈ മുത്തശ്ശിക്ക് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വിട്ടു പോയാൽ തിരികെ വരുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലോ? കല്യാണകൃഷ്ണ, നിന്റെ കുഞ്ഞിനെ എനിക്ക് കാണണോടാ. ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും എനിക്ക് അവകാശപ്പെട്ടതാണ്. നിർമ്മല ഇവിടെ താമസിക്കുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവർക്ക് ഇവിടുന്ന് പോകാം. നിർമ്മലേ, നീ അകത്തേക്ക് വാമാ. മാമി, ഞാനും കൊഞ്ചം ഉള്ള കട്ടുമാ. മണിയാ, എടാ വാടാ. നീ വാമണിയാ. വരൂ മാത്തച്ഛ, നമ്മള് ബന്ധുക്കാരായില്ലേ. അപ്പൊ എന്റെ വയസ്സിന്റെ കാര്യം? കല്യാണകൃഷ്ണ, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. വാ ബഷീറിക്ക, ഇനി ആരെ പേടിക്കാൻ? വന്നൊരു നേരത്തെ ആഹാരം ബഷീറായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കും. എല്ലാരും വാങ്ങും. ഇപ്പോഴാണ് ഈ കുടുംബത്തിൽ വെളിച്ചം വീണത്. അൽഹംദുലില്ലാ.